ഹലോ നമസ്കാരം, എല്ലാവർക്കും കെമിസ്ട്രി ട്യൂട്ടോറിയലിൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് SSLCയുടെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 3 എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ 3 റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി അഥവാ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. അപ്പം ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് ഞാൻ 5 തിരിച്ചിട്ടുണ്ട്. ഈ 5 പോയിന്റിലേക്കൂടി ടോപ്പിക്കിലേക്കൂടി കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ചാപ്റ്റർ നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ബേസ് ആയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിലെ ഇക്വേഷൻസ് ഒക്കെ നല്ല രീതിയിൽ സ്വയം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കുക, മനഃപ്പാഠമാക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ബേസ് അറിഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അതിൻ്റെ ഫോർമുലയൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിലേക്കാണ് ആദ്യം തന്നെ കിടക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ആക്കേണ്ടതുണ്ട്. മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പല റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് മെറ്റൽസിനെയും അവരുടെ സിംബൽസ്, അവരുടെ വാലൻസി, അതുപോലെ തന്നെ പോളി അറ്റോമിക് അയോൺസിനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ K ആണ്. അപ്പം അതിൻ്റെ വാലൻസി K+, അതായത് പ്ലസ് എന്ന് പറഞ്ഞാൽ +1, Na+1. സോഡിയം എന്ന് പറയുന്നത് Na+, ദാറ്റ് മീൻസ് Na+1. അത് അണ്ടർസ്റ്റുഡ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ +1 എന്നാണ് മീനിങ്. മെഗ്നീഷ്യത്തെ സംബന്ധിച്ചിടത്തോളം Mg ആണ്, വാലൻസി 2+ ആണ്. അപ്പോൾ ഇതിൻ്റെ വാലൻസി അറിഞ്ഞിരിക്കണം. അത് ഫോർമുലയൊക്കെ എഴുതാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യം Ca2+, ബേരിയം Ba2+, സിങ്ക് Zn2+, അലൂമിനിയം Al3+, കോപ്പറിന് 2 കേസ് വരാം, Cu+ ഓർ Cu2+, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ റിയാക്ഷൻ. അതിൻ്റെ കൂടെ വരുന്ന റിയാക്ഷൻ്റെ ബേസിസിലാണ് ഇത് പ്ലസ് ആണോ അല്ലെങ്കിൽ 2+ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അയണിൻ്റെ കേസും Fe2+ ഓർ Fe3+. അത് അതിൻ്റെ കൂടെ വരുന്ന റിയാക്റ്റൻറ്റിൻ്റെ ബേസിസിലാണ് +2 ആണോ +3 ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ സിൽവർ ആണ് വരുന്നത്. സിൽവർ എന്ന് പറയുന്നത് Ag ആണ് സിമ്പൽ, Ag+, ദാറ്റ് മീൻസ് Ag+1 എന്നാണ് മീനിങ്. അപ്പം നിങ്ങൾ ആദ്യം ഇത് പോസ് ചെയ്തിട്ട് ഇത് എഴുതിയെടുക്കുകയോ മറ്റോ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പം മെറ്റൽസിൻ്റെ വാലൻസി അറിഞ്ഞിരിക്കുക. ഇനി പോളി അറ്റോമിക് അയോൺസ് ആണ് താഴെ തന്നിരിക്കുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് വാലൻസിയും കൂടി തന്നിട്ടുണ്ട്. ഹൈഡ്രോക്സൈഡ് അയോൺ എന്ന് പറയുന്നത് OH-, കാർബണേറ്റ് CO3 2-, ബൈകാർബണേറ്റ് അല്ലെങ്കിൽ എന്തുകൂടി പറയും, ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും കൂടി പറയും, HCO3-, ദെൻ സൾഫേറ്റ് SO4 2-, ക്ലോറൈഡ് Cl-, അയോഡൈഡ് I-, Cl- എന്നൊക്കെ പറയുന്നത് -1 ആണ്. I- എന്ന് പറയുന്നത് I-1. It is understood. ഇനി ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് F-, that means F-1. ഓക്സൈഡ് O2-, സൾഫൈഡ് S2-, നൈട്രൈഡ് N3-, നൈട്രേറ്റ് NO3-. ഈ കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗം എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കാനുണ്ട്. 4 ടൈപ്പ് ഓഫ് റിയാക്ഷൻ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 4 ടൈപ്പ് ഓഫ് റിയാക്ഷൻ. അതിൽ ഒന്നാമത്തതാണ് മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും അത്? മെറ്റൽ എപ്പോഴും മെറ്റൽ ഓക്സിജനുമായിട്ട് ചേരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു മെറ്റൽ എടുത്ത് നോക്കാം. സോഡിയം ഒരു മെറ്റലാണ്. അപ്പോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റൽ ഓക്സൈഡിൻ്റെ ഫോർമുല എങ്ങനെ എഴുതാം? മെറ്റലും ഓക്സിജനും ചേരണം. അപ്പം ഞാൻ നേരത്തെ ഫോർമുല പഠിക്കാൻ പറഞ്ഞു, ബാലൻസി ഒക്കെ കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള മെറ്റൽ ഓക്സൈഡിൻ്റെ ഫോർമുലയൊക്കെ നമുക്ക് സ്വയം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സോഡിയവും ഓക്സിജനും കൂടി ചേർന്നിട്ട് സോഡിയം ഓക്സൈഡാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ സോഡിയം ഓക്സൈഡിൻ്റെ ഫോർമുല നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഡിയത്തിൻ്റെ വാലൻസി എത്രയാ? അത് അതിൻ്റെ മുകളിൽ എഴുതാം. സോഡിയം +1 ആണ്. ഇനി ഓക്സൈഡിൻ്റെ വാലൻസി എത്രയാ? നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് O2- ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറസ്പോണ്ടിങ് അതിൻ്റെ നേരെ എഴുതാം O2-. നമുക്ക് കിട്ടേണ്ടത് എന്താ? മെറ്റൽ ഓക്സൈഡാണ് നമുക്ക് കിട്ടേണ്ടത്, സോഡിയവും ഓക്സിജനും. ഇനി ഇതിൻ്റെ മെറ്റൽ ഓക്സൈഡ് ആക്കണ്ടെങ്കിൽ, സോഡിയം ഓക്സൈഡ് ആക്കണ്ടെങ്കിൽ ഇതിൻ്റെ വാലൻസി തമ്മിൽ ക്രോസ് ചെയ്തിട്ട് അങ്ങ് എഴുതി കൊടുക്കുക. അപ്പം നമുക്ക് കിട്ടേണ്ടതിൻ്റെ ഫോർമുല കിട്ടും.
Na2O. കണ്ടോ? അപ്പോൾ സോഡിയം ഓക്സൈഡാണ് കിട്ടേണ്ടത്. സോഡിയം ഓക്സൈഡിൻ്റെ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യം ഇല്ല, നമ്മൾ ചെയ്തു തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഇതിൻ്റെ വാലൻസി നമുക്ക് അറിയാമെങ്കിൽ. ഇനി വേറൊരു മെറ്റൽ എടുക്കാം. ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റൽ എടുത്തു, പ്ലസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു. മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു. എന്ത് കിട്ടും? മെഗ്നീഷ്യം ഓക്സൈഡാണ് കിട്ടേണ്ടത്. മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി എത്രയാ? അത് എഴുതി വെക്കുക. മെഗ്നീഷ്യം 2+. ഓക്സിജൻ, മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് കിട്ടേണ്ടത്. ഓക്സിജന്റെ വാലൻസി എത്രയാ? 2-. ഇനി എന്ത് എഴുതണം? രണ്ടും കൂടി ക്രോസ് ചെയ്ത് എഴുതണം. വാലൻസി താഴെ എഴുതുക. Mg മെഗ്നീഷ്യത്തിന്റെ എടുക്കുക, ഓക്സിജന്റെ എഴുതുക, ഓക്സിജന്റെ എടുക്കുക, മെഗ്നീഷ്യത്തിന്റെ എഴുതുക. ഇനി എന്ത് ചെയ്യണം? രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് രണ്ടും സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. സിംപ്ലിഫൈ ചെയ്യുമ്പം 1 and 1 എന്നാ വരും. 1 വന്നാൽ സാധാരണ എഴുതേണ്ട ആവശ്യമില്ല. സോ ദ ഫോർമുല ഈസ് MgO, മെഗ്നീഷ്യം ഓക്സൈഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് കിട്ടണം, പ്ലസ് H2. ഒരു കണ്ടീഷനും കൂടിയുണ്ട്, ഹൈലി റിയാക്റ്റീവായ മെറ്റൽ ആയിരിക്കണം കിട്ടുന്നത് മെറ്റൽ ഹൈഡ്രോക്സൈഡ്. അത് റിയാക്ഷൻ വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് എക്സാമ്പിൾ വെച്ച് പറയാം. ഇനി മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആണെങ്കിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഓക്സൈഡ്. മെറ്റൽ ഹൈഡ്രോക്സൈഡ് എപ്പോഴാണ് കിട്ടുക? ഹൈലി റിയാക്റ്റീവായ മെറ്റലാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. വളരെ റിയാക്ടിവിറ്റി, ക്രിയാശീലത കൂടുതലുള്ള മെറ്റൽ ലോഹമാണ് വാട്ടറുമായിട്ട്, ജലവുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്നത് ലോഹങ്ങളുടെ ഹൈഡ്രോക്സൈഡ് ആയിരിക്കും കിട്ടുക, മെറ്റൽ ഹൈഡ്രോക്സൈഡ്. ഇനി ലെസ് റിയാക്റ്റീവ്, അതായത് ക്രിയാശീലം കുറഞ്ഞ ലോഹമാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് മെറ്റൽ ഓക്സൈഡ് ആണ്. കൂടെ ആരും കൂടി ഉണ്ടാവും? ഹൈഡ്രജനും കൂടി ഉണ്ടാവും. ശ്രദ്ധിക്കണം, ക്രിയാശീലം കൂടിയ ലോഹം അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആയ മെറ്റൽ ആണെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ്, ലെസ് റിയാക്റ്റീവ് ആയ മെറ്റൽ ആണെങ്കിൽ മെറ്റൽ ഓക്സൈഡ് ആണ് കിട്ടേണ്ടത്. ഇനി ഒരു റിയാക്ഷനും കൂടി ഉണ്ട്, ഇത് ജനറൽ ആണ്, ജനറൽ റിയാക്ഷൻസ് ആണ് പറയുന്നത്. ഇങ്ങനെയായിരിക്കും കിട്ടേണ്ടത്. മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കിട്ടേണ്ടത് സാൾട്ടും ഹൈഡ്രജനുമാണ് കിട്ടേണ്ടത്. പക്ഷേ ഹൈഡ്രജൻ എല്ലാ കേസിലും ലിബറേറ്റ് ചെയ്യില്ല, ഒട്ടുമിക്ക എല്ലാ കേസിലും ചെയ്യും, പക്ഷെ കുറച്ച് കേസിൽ അത് ചെയ്യില്ല, ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യില്ല. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വരുന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക്, ഓരോ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആണ്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കണം, റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞിരിക്കണം, ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. റിയാക്ടിവിറ്റി സീരീസ് പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം ഇങ്ങനെ തുടങ്ങുന്ന സീരീസ്, അതായത് നമ്മുടെ ലോഹങ്ങളെ അല്ലെങ്കിൽ മെറ്റൽസിനെ ക്രിയാശീലത കൂടിയത്, അതായത് റിയാക്ടിവിറ്റി കൂടിയതിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുക ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഈ ക്രിയാശീല ശ്രേണി, ഇതിനെയാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെ ബേസിസിലാണെന്ന് വെച്ചാൽ ഓരോ മെറ്റൽസിനും എത്രത്തോളം റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള കഴിവുണ്ട്, റിയാക്ടിവിറ്റി ഉണ്ട്, അതിൻ്റെ ബേസിസിൽ റിയാക്ടിവിറ്റി താഴോട്ട് വരുന്നതിനനുസരിച്ച് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. റിയാക്ടിവിറ്റി സീരീസിൽ എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അല്ലെങ്കിൽ മെറ്റൽസിനെ അവരുടെ ക്രിയാശീലതയുടെ അല്ലെങ്കിൽ റിയാക്ടിവിറ്റിയുടെ കുറഞ്ഞു വരുന്ന ക്രമീകരണത്തിൽ, കുറഞ്ഞു വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതിനെയാണ് എന്തു പറയുന്നത്? റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അഥവാ മെറ്റൽസിനെ അവരുടെ ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ച് കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കുന്നതിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ എന്ത് പറയുന്നത്? ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ഇതുപോലെ പഠിക്കണം. പഠിക്കാൻ എളുപ്പത്തിന് ഒന്നിക്ക് ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് PSC, MAZ, മാസ്, ITL, HC, SG ഈ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ച് പഠിക്കുന്നതാണെങ്കിൽ ഇത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇത് ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി അറിയില്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ക്രിയാശീല ശ്രേണി മനസ്സിലായി എന്ന് കരുതുന്നു.
ലോഹങ്ങളെ അല്ലെങ്കിൽ മെറ്റൽസിനെ അവയുടെ ക്രിയാശീലതയ്ക്കനുസരിച്ച്, ക്രിയാശീലത കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ക്രമീകരിക്കുന്നതിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. റിയാക്ടിവിറ്റി സീരീസ് ക്ലിയർ ആയി എന്ന് മനസ്സിലാവുന്നു. ഇനി അടുത്തത് കമ്പാരിസൺ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽ ഇൻ ഡിഫറെൻറ്റ് മീഡിയം. ഡിഫറെൻറ്റ് മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ റിയാക്ടിവിറ്റി എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് പല മെറ്റൽസിനെ എടുത്തു. അപ്പം റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ കമ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ എടുത്തത് സോഡിയം എന്ന് പറയുന്ന മെറ്റലാണ് എടുത്തത്. സോഡിയം എന്ന് പറയുന്ന മെറ്റൽ എടുത്തു. എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ മുകളിൽ പഠിച്ചിട്ടുണ്ട് മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് കിട്ടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റൽ ഓക്സൈഡും കിട്ടുന്നുണ്ട്. അപ്പം നോക്കണം, ആദ്യത്തെ കേസ് ഹൈലി റിയാക്റ്റീവ്, നല്ല രീതിയിൽ ക്രിയാശീലതയുള്ള ലോഹമായിരിക്കണം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ക്രിയാശീലം കുറഞ്ഞ മെറ്റൽ ലോഹമായിരിക്കണം. അപ്പം ക്രിയാശീലം കുറഞ്ഞതാണെങ്കിൽ മെറ്റൽ ഓക്സൈഡും, ക്രിയാശീലം കൂടിയതാണെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡും ആണ് വരേണ്ടത്. സോഡിയം എന്ന് പറയുന്നത് സെക്കൻഡ്, റിയാക്ടിവിറ്റി സീരീസിൽ സെക്കൻഡിൽ വരുന്ന എലമെൻ്റ് ആണ്. അപ്പം കമ്പാരിറ്റീവ്ലി എന്താണ് ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പം എന്ത് കിട്ടണം? മെറ്റൽ ഹൈഡ്രോക്സൈഡ് കിട്ടണം. കൂടി ആരും കൂടി വേണം? മെറ്റൽ ഹൈഡ്രോക്സൈഡും വേണം, ഹൈഡ്രജനും വേണം. അപ്പോൾ ഉറപ്പാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി ആരും കൂടി വേണം? മെറ്റൽ ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ OH ആണ് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി ഫോർമുല കറക്റ്റ് ആണോ നോക്കാൻ എന്താ ചെയ്യുക? സോഡിയത്തിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഡിയം +1 ആണ്. സോ സോഡിയം +1. OHൻ്റെ ഹൈഡ്രോക്സൈഡിൻ്റെ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ -1 ആണ്. ഹൈഡ്രോക്സൈഡ് -1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിൽ എഴുതാം. രണ്ടും കൂടി ക്രോസ് ചെയ്ത് നോക്കുക. Na -1 വരും, OH 1 വരും. 1 ആയതുകൊണ്ട് നമ്മൾ എഴുതില്ല. സോ NaOH +H2 എന്ന് വരും. ഇങ്ങനെ വരും. ഇനി അപ്പോൾ ഈ കണ്ടീഷൻ ഏതാ? നമ്മളെ കോൾഡ് വാട്ടർ ആയാലും മതി. കോൾഡ് വാട്ടർ ആണെങ്കിൽ പോലും എന്ത് സംഭവിക്കും? സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഇനി വേറൊരു മെറ്റൽ എടുക്കാം, മെഗ്നീഷ്യം എടുത്തു. മെഗ്നീഷ്യം എന്ത് സംഭവിച്ചു? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പം മെഗ്നീഷ്യം നോക്കുക, സോഡിയത്തിനേക്കാളും താഴെയാണ് മെഗ്നീഷ്യം ഇരിക്കുന്നത്. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും കമ്പാരിറ്റീവ്ലി എന്താണ്? ഹൈലി റിയാക്റ്റീവായ മെറ്റലാണ്. സോ മെറ്റൽ ഹൈഡ്രോക്സൈഡ് തന്നെയാണ് കിട്ടേണ്ടത്. ദാറ്റ് മീൻസ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടേണ്ടത്. ഇപ്പം മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് ഫോർമുല എഴുതുക? OH ആണ് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പം മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഫോർമുല ഇത് കംപ്ലീറ്റ് ആയോ? ഇല്ല. മെഗ്നീഷ്യത്തിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. Mg2+ ആണ് വാലൻസി. അപ്പോൾ എന്ത് ചെയ്യുക? Mgൻ്റെ മുകളിൽ 2+ എഴുതുക. OHൻ്റെ മുകളിൽ എന്ത് എഴുതുക? -1. OH ഹൈഡ്രോക്സൈഡ് -1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് രണ്ടും ക്രോസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഫോർമുല കിട്ടും. MgOH2 എന്ന് കിട്ടും. പ്ലസ് ആരും കൂടി വേണം? H2 കൂടി വേണം. ക്ലിയർ ആയോ? ഇത് MgOH2 + H2 എന്താ കിട്ടിയ? മെറ്റൽ ഹൈഡ്രോക്സൈഡ് തന്നെയാണ് കിട്ടിയത്. ഇനി ഇവിടെ ആദ്യത്തെ കേസിൽ സോഡിയത്തിൻ്റെ അകത്ത് വാട്ടർ റിയാക്ട് ചെയ്യുന്ന കോൾഡ് വാട്ടറിൽ പോലും റിയാക്ട് ചെയ്യായിരുന്നു. കാരണം തണുത്ത വെള്ളത്തിൽ പോലും റിയാക്ട് ചെയ്യായിരുന്നു. കാരണം സോഡിയം എന്ന് പറയുന്ന ഹൈലി റിയാക്റ്റീവായ ഒരു മെറ്റലാണ്. എന്നാൽ മെഗ്നീഷ്യം എന്ന് പറയുമ്പം കമ്പാരിറ്റീവ്ലി സോഡിയവുമായിട്ട് താരതമ്യം ചെയ്യുമ്പം എന്ത് സംഭവിച്ചു? ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കുറഞ്ഞു. അപ്പം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വാട്ടർ ആയിരിക്കണം? കുറച്ച് ചൂടുള്ള വാട്ടർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഹൈഡ്രോക്സൈഡ് കിട്ടുള്ളൂ. ഇനി നമുക്ക് വേറൊരാളെ എടുക്കാം, അതിനേക്കാളും കുറച്ച് താഴെയുള്ള ഒരാൾ. അയേണിനെടുത്തു. അയേൺ എന്ന് പറയുന്ന മെറ്റൽ എടുത്തു. അയൺ ഫോർമുല Fe വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അയൺ എന്ന് പറയുന്ന കമ്പാരിറ്റീവ്ലി ലെസ് റിയാക്റ്റീവ് ആണ്. അയൺ എന്ന് പറഞ്ഞാൽ ലെസ് റിയാക്റ്റീവായി വന്നു. അപ്പോൾ അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്ത് കിട്ടണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെസ് റിയാക്റ്റീവായ മെറ്റൽ ആണെങ്കിൽ എന്തുമായിട്ട്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് ആണ് കിട്ടേണ്ടത്. അപ്പം മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സൈഡ് അയേൺ Fe ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ O ആണ് വരേണ്ടത്. ഇനി ഫോർമുല എഴുതുമ്പോൾ എന്ത് എഴുതാം? Fe3+ ആണ് വരേണ്ടത്. ഓക്സിജൻ്റെത് 2-. രണ്ടും കൂടി ക്രോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ Fe2
Fe2O3. Fe കാരുടെ വരും, ഓക്സിജൻ്റെ വരും, ഓക്സിജന് Feയുടെ വരും, Fe2O3 ഓക്സൈഡ് വന്നു. പ്ലസ് ആരും കൂടി ഉണ്ട്, ആരും കൂടി വരണം, ഹൈഡ്രജനും കൂടി വരണം. ഇനി അടുത്ത ആളെടുത്ത് നോക്കാം, കുറച്ചും കൂടി താഴെയുള്ള ഒരാൾ കോപ്പർ എടുത്ത് നോക്കാം. കോപ്പറിനെ എടുത്ത് നോക്കുകയാണ്. കോപ്പറിൻ്റെ ഫോർമുല സിമ്പല് Cu പ്ലസ് H2O. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അയേൺ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടെ ഹൈലി റിയാക്റ്റീവായ സോഡിയം കോൾഡ് വാട്ടറിൽ പോലും റിയാക്ട് ചെയ്തു. മാഗ്നീഷ്യം ഹോട്ട് വാട്ടർ വേണ്ടി വന്നു. എന്നാൽ പിന്നെ അയണ് കുറച്ചും കൂടി ക്രിയാശീലം അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കുറവാണ്. അപ്പം സ്റ്റീം തന്നെ വേണം. സ്റ്റീം എന്ന് പറഞ്ഞാൽ അത്രക്കും ചൂടായിരിക്കും, അതുണ്ടെങ്കിൽ മാത്രമേ ഓക്സൈഡ് കിട്ടുള്ളൂ. കോപ്പർ എന്ന് പറയുന്നത് വളരെ റിയാക്ടിവിറ്റി കുറഞ്ഞത്, റിയാക്ടിവിറ്റി തീരെ ഇല്ലാത്ത ആളാണ്. അപ്പം എന്ത് സംഭവിക്കില്ല, റിയാക്ഷൻ നടക്കില്ല, നോ റിയാക്ഷൻ. അപ്പം നമുക്ക് എന്താ മനസ്സിലായേ, റിയാക്ടിവിറ്റീൻ്റെ ഓർഡറിലാണ് ഇത് നടക്കുന്നത്. ഹൈലി റിയാക്റ്റീവായ ആൾ പെട്ടെന്ന് തന്നെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾ, ക്രിയാശീലം കുറഞ്ഞ ആൾക്ക് എന്ത് സംഭവിക്കുന്നു, റിയാക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കണ്ടീഷൻ വേണം, ചൂടുവെള്ളം വേണം, അതിലും ചൂടുവെള്ളം വേണം, പിന്നെ ചിലത് റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റീൻ്റെ ഓർഡർ സോഡിയം ഗ്രേറ്റർ ദാൻ മെഗ്നീഷ്യം ഗ്രേറ്റർ ദാൻ അയേൺ ഗ്രേറ്റർ ദാൻ കോപ്പർ. ഇതാണ് മെറ്റൽ വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റി, ക്രിയാശീലതയുടെ ഓർഡർ. ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് 2-3 മെറ്റൽസ് തന്നിട്ടുണ്ടെങ്കിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. വാട്ടറുമായിട്ട് ഹൈലി റിയാക്റ്റീവായ മെറ്റൽ ആണെങ്കിൽ, ക്രിയാശീലം കൂടിയതാണെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആയിരിക്കും കിട്ടേണ്ടത്. എപ്പോഴും ഹൈഡ്രജൻ ഉണ്ടാവും ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. ഇനി ലെസ് റിയാക്റ്റീവായ മെറ്റൽ ആണെങ്കിൽ എന്തുണ്ടാവും, മെറ്റൽ ഓക്സൈഡ് ആണ് കിട്ടേണ്ടത് പ്ലസ് ഹൈഡ്രജൻ. അപ്പോൾ വാട്ടറിൻ്റെ കേസ് മനസ്സിലായല്ലോ. ഹൈഡ്രജൻ എപ്പോഴും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവും. ഹൈലി റിയാക്റ്റീവായ മെറ്റലാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള ലോഹമാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് കിട്ടണം, ലോഹ ഹൈഡ്രോക്സൈഡുകൾ കിട്ടണം. എന്നാൽ ക്രിയാശീലം കുറഞ്ഞ ആൾ, ലെസ് റിയാക്റ്റീവായ മെറ്റലാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മെറ്റൽ ഓക്സൈഡ് ആണ് കിട്ടേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് എയറുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്നാണ്. എയറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസുകൾ എല്ലാം തന്നെ എന്താ നല്ല തിളക്കമുള്ളവരാണ്. ലോഹങ്ങളുടെ പ്രത്യേകതയാണ് തിളക്കമുള്ള ക്യാരക്ടർ, അതായത് ലസ്റ്റർ പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പം ലസ്റ്റർ പ്രോപ്പർട്ടിക്ക് മാറ്റം വരികയാണ് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ആരെ എടുക്കാം, സോഡിയത്തിനെ എടുക്കാം. സോഡിയം എന്ന് പറയുന്ന എലമെൻറ്റിനെ എടുത്തു. അപ്പം സോഡിയം എന്ത് സംഭവിച്ചു, എയർ എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ്. അപ്പം ഓക്സിജൻ O2 ആയിട്ട് റിയാക്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് കേസിൽ 4 ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ കിട്ടുക, മെറ്റൽ ഓക്സൈഡ് ആണ് കിട്ടുന്നത്. അപ്പം സോഡിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും, സോഡിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ സോഡിയം ഓക്സൈഡ് കിട്ടണം. ഫോർമുല എഴുതേണ്ട വിധമൊക്കെ പറഞ്ഞു. സോഡിയം +1 ആണ്, ഓക്സിജൻ എന്ന് പറയുന്നത് -2 ആണ്. രണ്ടും കൂടി ക്രോസ് ചെയ്ത് എഴുതുമ്പം നമ്മുടെ ഫോർമുല എന്ത് വരും, Na2O എന്ന് വന്നു. ഇനി ഇയാളെന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഇരിക്കില്ല. ഇയാൾ എന്ത് ചെയ്യും, അപ്പം തന്നെ എന്ത് ചെയ്യും, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, Na2O എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല. അയാൾ അപ്പം തന്നെ വാട്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കി വെക്കും, NaOH ഉണ്ടാവും. NaOH എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. കൂടാതെ ആരും കൂടി ഉണ്ടാവും, ഹൈഡ്രജനും കൂടി ഉണ്ടാവും. NaOH ഉണ്ടാവും, ഹൈഡ്രജനും ഉണ്ടാവും. ഇനി ഇതോ, ഈ NaOH വെറുതെ ഇരിക്കുമോ, ഈ NaOH വെറുതെ ഇരിക്കില്ല. NaOH എന്ത് ചെയ്യും, NaOH അപ്പം തന്നെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് Na2CO3 ആയിട്ട് മാറും. ആരും കൂടി ഉണ്ടാവും, H2 ആയിട്ട് മാറും. എന്നാൽ 3 റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഈ 3 റിയാക്ഷനും എങ്ങനെ നടക്കുക, ചാട്ടപ്പാട്ടേ എന്ന് പറഞ്ഞ് നടക്കും. ഫാസ്റ്റായിട്ട് നടക്കുന്ന റിയാക്ഷനാണ്, ഫാസ്റ്റ് റിയാക്ഷനായിട്ട് നടക്കും. സോഡിയം എന്ന് പറയുന്ന ഹൈലി റിയാക്റ്റീവാണ്. പെട്ടെന്ന് തന്നെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും, റിയാക്ഷൻ നടക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും, അതിൻ്റെ ലെസ്റ്റർ പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് തിളക്കം അങ്ങ് നഷ്ടമാകും. അപ്പം നമ്മൾ എന്ത് പഠിക്കുക, അറ്റ്ലീസ്റ്റ് ഈ ഫസ്റ്റ് ഇക്വേഷനെങ്കിലും പഠിച്ചിരിക്കുക. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഓക്സൈഡ് കിട്ടും. ഇനി വേറൊരു എലമെൻ്റ് എടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ മെഗ്നീഷ്യം എന്ന് പറഞ്ഞ എലമെൻ്റ് എടുത്തു. മെഗ്നീഷ്യം എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്താ കിട്ടുക, മെഗ്നീഷ്യം ഓക്സൈഡാണ് കിട്ടേണ്ടത്.
എങ്ങനെയാണ് എഴുതുക? മെഗ്നീഷ്യം MgO ആണ് വരിക. എങ്ങനെയാണ് MgO വന്നത്? Mgയുടെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. മെഗ്നീഷ്യം 2 ആണ്. ഓക്സിജന്റെ വാലൻസി 2- ആണ്. രണ്ടും കൂടി ക്രോസ് ചെയ്യുമ്പോൾ Mg2O2 എന്നാണ് വരിക. രണ്ടും ഒരേ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് MgO എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് നടന്നു. മെഗ്നീഷ്യത്തിൻ്റെ നടക്കണമെങ്കിൽ കുറച്ച് ഡേയ്സ് എടുക്കും. ഫ്യൂ ഡേയ്സ് കഴിഞ്ഞാലാണ് ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെഗ്നീഷ്യത്തിൻ്റെ തിളക്കൊക്കെ അങ്ങ് പോകും. ഇനി അടുത്ത ആളെ എടുക്കാം. കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കോപ്പർ എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? കോപ്പർ താഴെ ഇരിക്കുന്നത്, ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഒരുപാട് സമയം എടുക്കും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ. കുറച്ച് സമയം കൊണ്ടൊന്നും എന്ത് സംഭവിക്കില്ല, അതിൻ്റെ ലെസ്റ്റർ പ്രോപ്പർട്ടി നഷ്ടമാവില്ല. എന്താ ഫോം ചെയ്യുക? കോപ്പർ ഓക്സൈഡ് Cu. എങ്ങനെ എഴുതുക? Cu2+, ഓക്സിജൻ്റെ 2-, രണ്ടും കൂടി ക്രോസ് ചെയ്തുമ്പോൾ CuO, കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്തു. വെർഡിഗ്രീസ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? വെർഡിഗ്രീസ് നമ്മുടെ ക്ലാവ് എന്ന് പറയുന്ന സാധനം, പച്ച കളറുള്ള സാധനം. അപ്പോൾ ഈ കോപ്പർ സാധനങ്ങൾക്കൊക്കെ, കോപ്പർ വസ്തുക്കൾക്കൊക്കെ, കോപ്പർ പൂശിയ പാത്രങ്ങൾക്കൊക്കെ ക്ലാവ് പിടിക്കാൻ കാരണം ഇങ്ങനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത്. നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന പാടൊന്നും കോപ്പർ പാത്രങ്ങൾക്കൊന്നും ക്ലാവ് പിടിക്കത്തില്ല. ഒരുപാട് ദിവസങ്ങൾ, മാസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ ക്ലാവ് പിടിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥമാക്കുന്നത് കോപ്പർ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. കാരണം എന്താ? കോപ്പർ എന്ന് പറയുന്നത് ലെസ് റിയാക്റ്റീവ്, ക്രിയാശീലം കുറഞ്ഞ എലമെൻ്റ് ആണ്. ഇനി നമ്മളെ ഗോൾഡ് നോക്കാം. Au, ഗോൾഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലോ എന്തെങ്കിലും കിട്ടുമോ? ലെസ്റ്റർ പ്രോപ്പർട്ടി പോകുന്നുണ്ടോ? നമ്മൾ ആഭരണങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും അതിൻ്റെ തിളക്കത്തിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അത് അതുപോലെ തന്നെ അവിടെ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നോ റിയാക്ഷൻ. കാരണം എന്താ? ഗോൾഡ് എന്ന് പറയുന്നത് എവിടെ വരുന്നതാ? ഏറ്റവും താഴെ വരുന്ന ആളാണ് ഗോൾഡ്. കാരണം താഴെ വരുന്ന ആൾക്ക് റിയാക്ടിവിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ഓർഡർ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? സോഡിയമാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ ആരാ? പിന്നെ മെഗ്നീഷ്യം, പിന്നെ കോപ്പർ, പിന്നെ ഗോൾഡ് എഴുതാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ എഴുതാൻ ഇതേ ഓർഡറിൽ എഴുതാൻ തന്നിട്ടുണ്ട്. ഒന്നുകിൽ റിയാക്ടിവിറ്റി സീരീസ് ബൈ ഹാർട്ട് പഠിക്കണം. അതിൻ്റെ ബേസിസിൽ നമുക്ക് എഴുതാം. ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുകയും ചെയ്യും. അപ്പോൾ മനസ്സിലായാലും ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മെറ്റൽ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ ഓക്സൈഡാണ് കിട്ടുക. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് കിട്ടണം. ലെസ് റിയാക്റ്റീവായ മെറ്റൽ ആണെങ്കിൽ മെറ്റൽ ഓക്സൈഡ് കിട്ടണം. പ്ലസ് ഹൈഡ്രജൻ, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹൈഡ്രജൻ കിട്ടണം. ഇനി അടുത്ത കേസാണ് റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്ടിവിറ്റി സീരീസ് എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്ത് ലിബറേറ്റ് ചെയ്യും? ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ആരും കൂടി ഉണ്ടാവും? സാൾട്ടും കൂടി ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രജൻ എല്ലാ കേസിലും ലിബറേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യണമെങ്കിൽ ആ മെറ്റൽ എവിടെ ഇരിക്കണം? ഈ റിയാക്ടിവിറ്റി സീരീസ് ക്രിയാശീല ശ്രേണിയിൽ തന്നിരിക്കുന്ന ഹൈഡ്രജനൊക്കെ ഉണ്ടാവും. ഈ ഹൈഡ്രജന് മുകളിൽ വരുന്ന മെറ്റൽസ് ആണെങ്കിൽ, ലോഹങ്ങളാണെങ്കിൽ, ഒന്നുകൂടി പറയാം, ക്രിയാശീല ശ്രേണിയിൽ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് മുകളിലുള്ള മെറ്റൽസ് ആണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഹൈഡ്രജനെ അവർ പുറത്തേക്ക് വിടുന്നു, ലിബറേറ്റ് ചെയ്യുന്നു, ആദേശം ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. എന്നാൽ ഹൈഡ്രജന് താഴെയുള്ള മെറ്റൽസ് ആണ് റിയാക്ട് ചെയ്യുന്നെങ്കിൽ ആരുമായിട്ട്? ആസിഡുമായിട്ട്. ഹൈഡ്രജന് താഴെയുള്ള മെറ്റൽസ് ആണ് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് തരില്ല? ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യത്തില്ല. ഇത്രയും മനസ്സിലായോ? അപ്പം മെറ്റലിൻ്റെ ആസിഡുമായിട്ടുള്ള റിയാക്ടിവിറ്റിയാണ് നമ്മൾ പറയുന്നത്. മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രജനും സോൾട്ടും ആണ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം മെഗ്നീഷ്യം നോക്കാം. മെഗ്നീഷ്യം എടുത്തു. മെഗ്നീഷ്യം എന്ത് സംഭവിക്കുന്നു? മെഗ്നീഷ്യം ഇപ്പം ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ HCl റിയാക്ട് ചെയ്യുന്നു. മെഗ്നീഷ്യം എന്ന് പറയുന്നത് നോക്കുക, എവിടെയാണ് ഉള്ളത്? ഹൈഡ്രജന് മുകളിലാണ് മെഗ്നീഷ്യം ഇരിക്കുന്നത്. സോ മെഗ്നീഷ്യം എന്ത് ചെയ്യും? ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യും. സോ ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്തു. ആരും കൂടി ഉണ്ടാവണം? സാൾട്ടും കൂടി ഉണ്ടാവണം. സാൾട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഹൈഡ്രജൻ അങ്ങ് പോയി.
ഇവിടെ H2 പോയപ്പോൾ ബാക്കി ആരുണ്ട്? മെഗ്നീഷ്യവും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പോൾ മെഗ്നീഷ്യവും ക്ലോറിനും കൂടി ചേർന്ന മെഗ്നീഷ്യം ക്ലോറൈഡാണ് ഉണ്ടാക്കേണ്ടത്. മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കുക? Mgയും Clഉം എഴുതുക. മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി മുകളിൽ എഴുതി, ക്ലോറിൻ്റെ വാലൻസി -1 മുകളിൽ എഴുതി. രണ്ടും കൂടി ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? Mgയുടെ താഴെ Clൻ്റെ 1 വരും. 1 ആയതുകൊണ്ട് എഴുതണ്ട. പിന്നെ Clൻ്റെ താഴെ മെഗ്നീഷ്യത്തിൻ്റെ 2 വരും, MgCl2. അപ്പോൾ ഇതായിരിക്കും റിയാക്ഷൻ വരിക. അപ്പോൾ മെഗ്നീഷ്യം എന്തുകൊണ്ട് H2 തന്നു? മെഗ്നീഷ്യം ഇരിക്കുന്നത് ഹൈഡ്രജന് മുകളിലാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു എലമെന്റ് നോക്കാം. നമുക്ക് അടുത്ത എലമെന്റ് എടുത്ത് നോക്കാം. അയൺ എടുത്ത് നോക്കാം. അയണിന്റെ ഫോർമുല Fe, സിമ്പിൾ Fe ആണ്. അത് നമ്മൾ HCl-ആയിട്ട് തന്നെ റിയാക്ട് ചെയ്തു. HCl ഒരു ആസിഡാണ്. ഏതൊരു ലോഹവും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രജന് മുകളിൽ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് മുകളിലുള്ള ലോഹമാണെങ്കിൽ, മെറ്റൽ ആണെങ്കിൽ, അത് എപ്പോഴും എന്ത് ലിബറേറ്റ് ചെയ്യും? ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. കാരണം അയൺ എവിടെയുള്ളത്? ഹൈഡ്രജന് മുകളിലാണ്. സോ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ഇനി ബാക്കിയുള്ള ആളെ കണ്ടുപിടിക്കാൻ, ബാക്കി നമുക്കൊരു സാൾട്ട് ആണ് കിട്ടേണ്ടത്. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കും? ബാക്കിയുള്ള ആളെ എഴുതുക. Feയും Clഉം ആണ് ബാക്കിയുള്ളത്. ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ Feയും Clഉം. ഇത് ബാലൻസ് ചെയ്യണം, അപ്പോഴാണ് കറക്റ്റ് ആവത്തുള്ളൂ. ഇനി ബാലൻസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നോക്കാം. Feയും Clഉം. Feയുടെ വാലൻസി 3+ ആണ്, Clന്റെ വാലൻസി -1 ആണ്. രണ്ടും കൂടി ക്രോസ് ചെയ്താൽ എന്ത് കിട്ടും? FeCl3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്താ? ഫെറിക് ക്ലോറൈഡ് FeCl3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി വേറൊരു എലമെന്റ് എടുക്കാം. ലെഡ് എടുത്തു വിചാരിക്കും. ലെഡ് എവിടെയായിരിക്കുന്നത്? ലെഡ് HCl-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നോക്കാം, ഹൈഡ്രജന് തൊട്ട് മുകളിലാണ് ലെഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടും? HCl അല്ലെങ്കിൽ ഏതൊരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം കിട്ടുന്ന ഒന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ഇനി സാൾട്ട് ആണ് ഉണ്ടാവേണ്ടത്. ബാക്കി വരുന്ന രണ്ട് എലമെന്റിനെയും ഒരുമിച്ച് എഴുതും. ഫോർമുല കറക്റ്റ് ആക്കാൻ വാലൻസി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. PBയുടെ 2+ ആണ്, Clൻ്റെത് -1 ആണ്. ക്രോസ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? PbCl2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇങ്ങനെയാണ് PbCl2 കിട്ടിയത്. ഇനി ഹൈഡ്രജന് താഴെയുള്ള ഒരാൾ കോപ്പർ എടുത്തു, Cu. ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു, HCl-ആയിട്ട് റിയാക്ട് ചെയ്തു. നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുമോ? ഹൈഡ്രജൻ കിട്ടില്ല. കാരണം ഹൈഡ്രജന് താഴെയാണ് കോപ്പർ ഇരിക്കുന്നത്. സോ നോ റിയാക്ഷൻ ടേക്ക് പ്ലേസ്. നോ റിയാക്ഷൻ. ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യില്ല. നോ റിയാക്ഷൻ ടേക്ക് പ്ലേസ്. ബിക്കോസ് എന്താ? കോപ്പർ എവിടെയുള്ളത്? ഹൈഡ്രജന് താഴെയാണ് ഉള്ളത്. റിയാക്ഷൻ നടക്കത്തില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആസിഡുമായിട്ടുള്ള മെറ്റലിന്റെ റിയാക്ഷന്റെ ഓർഡർ എഴുതാലോ. ഇപ്പം എന്തൊക്കെയാണ് ഉള്ളത്? ഫസ്റ്റ് മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിനാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നത്തെ ആള് അയൺ ആണ്. പിന്നെ ആര് വന്നു? ലെഡ് വന്നു. പിന്നെയോ കോപ്പർ വന്നു. ഇതാണ് ഓർഡർ. അപ്പം റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഹങ്ങളുടെ അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ ഇങ്ങനെയുള്ള കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അവരുടെ റിയാക്ടിവിറ്റി, ക്രിയാശീലം കമ്പയർ ചെയ്യാൻ, താരതമ്യപ്പെടുത്തി നോക്കാൻ വേണ്ടി നമുക്ക് ക്രിയാശീല ശ്രേണി ആവശ്യമാണ്. അപ്പം നമ്മൾ കമ്പാരിസൺ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് ആസിഡ് അതിൻ്റെ ഓർഡറിൽ എഴുതിയിരിക്കുന്നതാണ്. എപ്പോഴും ആസിഡുമായിട്ട് മെറ്റൽ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ പുറത്ത് വരണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് ക്രിയാശീല ശ്രേണിയിലെ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ശ്രേണിയിൽ ഹൈഡ്രജന് മുകളിലുള്ള മെറ്റൽസ്, ലോഹങ്ങൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യുള്ളൂ. പിന്നെ റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് എയർ പറഞ്ഞു. അതായത് വായുവുമായുള്ള ലോഹങ്ങളുടെ റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം റിയാക്ടിവിറ്റീൻ്റെ ഓർഡറിൽ നമ്മൾ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കമ്പാരിസൺ വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പറയാൻ നമുക്ക് സാൾട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഞാനൊരു സാൾട്ട് എടുത്തു വിചാരിക്കും. സാൾട്ട് എങ്ങനെയാണ്? ഇപ്പം കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സാൾട്ട് എടുത്തു. എങ്ങനെയാണ് കോപ്പർ സൾഫേറ്റ് വന്നത്? Cuൻ്റെത് 2+ ആണ്, SO4 എന്ന് പറയുന്നതിൻ്റെ 2- ആണ്. കോപ്പർ സൾഫേറ്റിൻ്റെ ഫോർമുല അപ്പോൾ എന്ത് കിട്ടി? Cu2SO4 ട്വൈസ് എന്നാണ് വരേണ്ടത്. രണ്ടും 2 ആയതുകൊണ്ട് നമ്മൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തു CuSO4 എന്നാക്കാൻ വേണ്ടി പറ്റും. ഈ കോപ്പർ സൾഫേറ്റ്, കോപ്പർ എവിടെ? കോപ്പർ ഹൈഡ്രജന് താഴെയാണ് ഉള്ളത്. കോപ്പർ എടുത്തു. ഈ കോപ്പറിൻ്റെ കൂടെ ഒരാൾ കൂടി റിയാക്ട് ചെയ്യുന്നു, വേറൊരു മെറ്റൽ റിയാക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ അലുമിനിയം എടുത്തു എന്ന് വിചാരിക്കും. അപ്പം എന്താ സംഭവിക്കുന്നത്? അലുമിനിയം എടുത്തു. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഈ
സാൾട്ട് സൊല്യൂഷൻ, ഈ സൊല്യൂഷൻ്റെ അകത്തുള്ള സൾഫേറ്റ്, അയോൺ ആരാ? സൾഫേറ്റ് ആണ്. ഈ സൾഫേറ്റ് എന്താ നോക്കുക, തൻ്റെ കൂടെയുള്ള മെറ്റൽ, അതാരാ? കോപ്പർ. വന്നിരിക്കുന്ന മെറ്റൽ നോക്കും, അലുമിനിയം. കൂടെയുള്ള മെറ്റലിനെക്കാളും റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടിയ ആളാണ് തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നതെങ്കിൽ ഈ സൾഫേറ്റ് എന്ത് ചെയ്യും? കോപ്പറിനെ ഉപേക്ഷിച്ച് ആരുടെ കൂടെ പോവും? അലുമിനിയത്തിൻ്റെ കൂടെ പോവും. എന്നിട്ട് അലുമിനിയത്തിൻ്റെ കൂടെ സൾഫേറ്റ് പോകുമ്പോൾ എന്താ സംഭവിക്കുക? അലുമിനിയം സൾഫേറ്റ് ആണ് ഉണ്ടാവുക. അലുമിനിയം സൾഫേറ്റിന്റെ ഫോമുല എങ്ങനെ എഴുതുക? ഏലും സൾഫേറ്റും ചേർന്നതാണ് അലുമിനിയം സൾഫേറ്റ്. അലുമിനിയവും സൾഫേറ്റും. അലുമിനിയത്തിന്റെ വാലൻസി 3+ ആണ്, സൾഫേറ്റിന്റെ വാലൻസി 2- ആണ്. രണ്ടും കൂടി ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Al2SO4 thrice എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? Al2SO4 thrice എന്ന് കിട്ടി. കൂടെ ആരുണ്ടാവും? അലുമിനിയത്തിന്റെ കൂടെ സൾഫേറ്റ് പോയി, അപ്പൊ ആരൊറ്റക്കായി? കോപ്പർ ഒറ്റക്കായി. റിയാക്ഷൻ മനസ്സിലായോ? അപ്പം എന്താ സംഭവിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ലവണ ലായനി, സാൾട്ട് സൊല്യൂഷൻ, അതിൻ്റെ അടുത്തേക്ക് അലുമിനിയം വന്നു. അലുമിനിയം എന്ന് പറയുന്നത് കോപ്പറിനെക്കാളും ക്രിയാശീലം, റിയാക്ടിവിറ്റി കൂടുതലാണ്. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ സൾഫേറ്റിലുള്ള ഈ സൾഫേറ്റ് അയോൺ, എന്ത് സൾഫേറ്റ് എന്നല്ല അയോൺ, നമ്മുടെ സാൾട്ട് സൊല്യൂഷനിലുള്ള ലവണ ലായനിയിലുള്ള അയോൺ എന്ത് സംഭവിക്കും? ക്രിയാശീലം അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ ആളുടെ കൂടെ പോയിട്ട് വേറൊരു സൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ലവണ ലായനിയിലുള്ള മെറ്റൽ എന്താവും? ഒറ്റക്കാവും. ഇങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലവണ ലായനിയിൽ അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ്റെ അകത്ത്, ഒരു ലവണ ലായനിയിൽ അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ്റെ അകത്ത് ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. ക്രിയാശീലം കൂടിയ ഒരു ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹമുള്ള ഒരു സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് അവരുടെ അയോണിനെ സ്വന്തമാക്കിയിട്ട് ആരെ ഒഴിവാക്കുന്നു? ക്രിയാശീലം കുറഞ്ഞ മെറ്റലിനെ ഒറ്റക്കാക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നു. ആദേശ രാസപ്രവർത്തനം. അപ്പൊ ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന്, ലവണ ലായനിയിൽ നിന്ന് അതിനെ ആദേശം ചെയ്ത് ഒറ്റപ്പെടുത്തുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, കോപ്പർ എന്ന് പറയുന്നത് ക്രിയാശീലം കുറഞ്ഞതാണ്. ആരെ കമ്പയർ ചെയ്യുമ്പം? അലുമിനിയത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ കോപ്പറിന്റെ അടുത്തേക്ക് അലുമിനിയം വരുമ്പം എന്ത് സംഭവിക്കുന്നു? കോപ്പറിന്റെ സൊല്യൂഷൻ്റെ അകത്ത് കോപ്പറിനെ ഒഴിവാക്കിയിട്ട് കോപ്പറിന്റെ സ്ഥാനത്ത് ആര് വന്ന് നിൽക്കും? അലുമിനിയം വന്ന് നിൽക്കും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറയുന്നില്ലേ, അതുപോലെ ആർക്കാണോ ശക്തി കൂടുതൽ അയാൾ വന്നിട്ട് ഇയാളുടെ സ്ഥാനത്ത് നിൽക്കും. ഇപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. Al2SO4 thrice. നമ്മൾ ഇവിടെ എടുത്ത അലുമിനിയം സൾഫേറ്റ് എടുത്തു. അതിൻ്റെ കൂടെ സിങ്ക് ആണ് വരുന്നതെന്ന് വിചാരിക്കും. അലുമിനിയം സൾഫേറ്റ്, അലുമിനിയത്തിൻ്റെ കൂടെ ആര് വരുന്നു? സിങ്ക് വരുന്നു. അന്നേരം റിയാക്ഷൻ നടക്കുമോ? ചാൻസ് ഉണ്ടോ? ഈ സിങ്ക് ഇവിടെ കയറി നിൽക്കുവോ? ഇല്ല. കാരണം എന്താ? സൾഫേറ്റ് എന്നാ നോക്കുക, എൻ്റെ കൂടെയുള്ള ലോഹമാണോ, മെറ്റലാണോ, അല്ലെങ്കിൽ വന്ന മെറ്റലാണോ ക്രിയാശീലം കൂടുതൽ, റിയാക്ടിവിറ്റി കൂടുതൽ നോക്കൂ. കൂടെയുള്ള മെറ്റലാണ്, ലോഹമാണ് റിയാക്ടിവിറ്റി കൂടുതലെങ്കിൽ, അവർക്കാണ് ക്രിയാശീലം കൂടുതലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. വേറൊരു എലമെന്റ് എടുത്ത് വേറൊരു സാൾട്ട് സൊല്യൂഷൻ എടുത്ത് വെക്കാം. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ സാൾട്ട് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്താ? ബ്ലൂ കളറാണ് കോപ്പർ സൾഫേറ്റിനുള്ളത്. ബ്ലൂ കളർ. എന്താ ബ്ലൂ കളറിന് കാരണം? എന്താ ബ്ലൂ കളർ എന്ന് പറയുന്നത്? അതിലുള്ള Cu2+ ഉണ്ട്, SO4 2- ഉണ്ട്. അതിലുള്ള Cu2+ ആണ് എന്ത് കൊടുക്കുന്നത്? കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളർ കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് സിങ്ക് റോഡ് ഞാൻ മുക്കി വെക്കുമെന്ന് വിചാരിക്കും. സിങ്ക് റോഡ്. അപ്പം റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ നോക്കേണ്ടത്? ആദ്യം കോപ്പർ നോക്കുക, പിന്നെ സിങ്ക് നോക്കുക. ആർക്കാണ് കൂടുതൽ റിയാക്ടിവിറ്റി, ക്രിയാശീലം ഉള്ളത് നോക്കുക. സിങ്കിനാണ് ഉള്ളത്. അപ്പൊ വന്ന ആളാരാ? സൾഫേറ്റിലുള്ള കോപ്പറിനെക്കാളും ശക്തനാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ സൾഫേറ്റ് ആരുടെ കൂടെ പോവും? Zn കൂടെ പോവും. അപ്പൊ എന്നിട്ട് എന്തായിട്ട് മാറും? ZnSO4 ആയിട്ട് മാറും. എന്നിട്ട് ആരെ ഒഴിവാക്കും? കോപ്പറായിട്ട് മാറും. Cu2+ ആയിരിക്കുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? ബ്ലൂ കളർ ഉണ്ടാവുന്നത്. Cu ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? കളർ കുറഞ്ഞു വരും. സിങ്കിന്റെ മുകളിൽ സിങ്ക് സൾഫേറ്റിന്റെ കൂടെ പോവും, കോപ്പർ ഒറ്റക്കായി നിൽക്കും. അങ്ങനെ കളറ് ഡിമ്മായി വരും.
ക്ലിയർ ആയോ? അപ്പം ഇത്രയുമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബേസിൽ തന്നെ നമുക്ക് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണം, റിഡക്ഷനും കൂടി പറയാം. ഇപ്പം ഞാൻ കോപ്പർ സൾഫേറ്റിനെ എടുത്തു, CuSO4, നേരത്തെ എടുത്ത റിയാക്ഷൻ. Zn സിങ്കിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നു. എന്താ കിട്ടുക? ZnSO4 പ്ലസ് ആരും കൂടി ഉണ്ട്, സിയും കൂടി ഉണ്ട്. അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. CuSO4, സിയുവിൻ്റെ എത്രയാ? 2+ ആണ് സിയുവിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. SO4ൻ്റെയോ 2- ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സിങ്ക് ഒരു സാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 0 ആയിരിക്കണം. 2 + -2 = 0. ഒറ്റക്ക് നിൽക്കുമ്പോൾ, ഒറ്റക്ക് ഉള്ള അവസ്ഥയിൽ എപ്പോഴും 0 ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഏതൊരു എലമെൻറ്റും ഒറ്റക്കാണെങ്കിൽ, ഇതിപ്പോൾ കോപ്പർ നോക്കി ഇവിടെ ഒറ്റക്കല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്സീകരണ അവസ്ഥ 0 ആയിരിക്കും. ZnSO4, Zൻ്റെ എത്രയാ? 2+ ആണ്. SO4ൻ്റെത് 2- ആണ്. ടോട്ടൽ നോക്കിയേ 0 ആയിന്. ഇനി ഓരോ എലമെൻറ്റിനെ വെച്ച് നോക്കാം. കോപ്പറിനെ നോക്കാം. കോപ്പറിൻ്റെ ആദ്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? Cu2+. അപ്പോൾ Cu2+ അതല്ലേ ഉള്ളത്. ഇങ്ങോട്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 0ലേക്ക് പോകുന്നു. Cu2+ എന്തായിട്ട് മാറുന്നു? Cu ആയിട്ട് മാറുന്നു. Cu 0 ആയിട്ട് മാറുന്നു. ഈ 2+ 0 ആവണമെങ്കിൽ ഇത് ക്രെഡിറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്. 2+ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 2+ ആർക്കെങ്കിലും കൊടുക്കണം. ഈ 2+ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കണം. വാങ്ങിയാൽ നമുക്ക് നഷ്ടമാണ് വരിക. 2 എണ്ണം വാങ്ങണം. ഇതില്ലാത്തതുകൊണ്ടാണ് 2+ഉം കൂടി ഇതിന് വേണം. അപ്പോൾ ആരുടെയും കയ്യിൽ നിന്ന് 2 ഇലക്ട്രോൺ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കയ്യിലുള്ള 2 ക്രെഡിറ്റ് നഷ്ടമായി. അതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി ഇവിടെ നോക്കി, സിങ്കിൻ്റെ കേസ് നോക്കി, മെറ്റൽസിൻ്റെ കേസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. സൾഫേറ്റിൻ്റെ നോക്കണ്ട. Zn എന്ന് പറയുന്നത് 0 ആയിരുന്നു. Zn 0 ആയിരുന്നു. പിന്നെ എന്തായിട്ട് മാറി? Zn2+ ആയിട്ട് മാറി. Zn2+ ആയിട്ട് മാറി. 0 എന്ന് പറയുന്ന സാധനത്തിന് 2+ ക്രെഡിറ്റ് കിട്ടുവാണ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രെഡിറ്റ് കിട്ടും. എത്രയെണ്ണം? 2+ ചാർജ് കിട്ടി. 2+ ചാർജിൻ്റെ മീനിങ് എന്താ? അതിന് ആർക്കോ 2 സാധനം കൊടുത്തപ്പോൾ 2 ക്രെഡിറ്റ് കിട്ടി. അതാണ് മീനിങ്. അപ്പം ഈ 2 ക്രെഡിറ്റ് എങ്ങനെയാണ് കിട്ടിയത്? 2 ഇലക്ട്രോണിനെ ആർക്കെങ്കിലും കൊടുത്തതിന് ശേഷം. ഇവിടെ നോക്കി, Cu2+ എന്ന് പറഞ്ഞത് 2+ൻ്റെ ആവശ്യം ഇതിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെയോ കയ്യിൽ നിന്ന് 2 ഇലക്ട്രോൺ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ക്രെഡിറ്റ് അങ്ങ് പോയി, 0 ആയിട്ട് മാറി. Zn എന്ന് പറയുന്ന ആദ്യം Zn 0 അവസ്ഥയിലായിരുന്നു. തൻ്റെ കയ്യിലുള്ള 2 സാധനത്തിനെ കൊടുത്ത് 2+ ആയിട്ട് മാറി, ക്രെഡിറ്റ് ആയി. ഇവിടെ എന്താ സംഭവിച്ചേ? 2 ഇലക്ട്രോൺ വാങ്ങുക ചെയ്ത്. വാങ്ങുന്നതിന് റിഡക്ഷൻ എന്ന് പറയുന്നു. റെഡ്യൂസ്ഡ് ആയി കോപ്പർ. ഇതോ 2 ഇലക്ട്രോണിനെ കൊടുക്കുക ചെയ്തത്. സോ ഇറ്റ് ഗോട്ട് ഓക്സിഡൈസ്ഡ്. ദാറ്റ് മീൻസ് ഇതെന്ത് സംഭവിച്ചു? ഇത് ലോസ്റ്റ്, നഷ്ടപ്പെടുത്തുക ചെയ്തത്. 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയെന്ന് വെച്ചാൽ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് ക്രെഡിറ്റ് കിട്ടി. 2 ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് 2+ ആയിട്ട് മാറി. സോ ഇറ്റ് ബിക്കം ഓക്സിഡൈസ്. ഇതിനെന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആരാണോ മോർ റിയാക്റ്റീവ്, നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് നോക്കുക. തന്നിരിക്കുന്ന 2 മെറ്റൽസും ലോഹങ്ങളും കമ്പയർ ചെയ്യുക. ഇപ്പോൾ കോപ്പറും അലുമിനിയം ആണെങ്കിൽ തന്നിരിക്കുന്ന 2ഉം കമ്പയർ ചെയ്യാം. റിയാക്ടിവിറ്റി, ക്രിയാശീലം ആർക്കാണോ കൂടുതൽ അവർക്ക് എന്ത് സംഭവിക്കും? അവർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ 2 എലമെന്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ, ആർക്ക് ഓക്സിഡേഷൻ ആർക്ക് റിഡക്ഷൻ എന്ന് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം നോക്കുക റിയാക്ടിവിറ്റി ആർക്കാണ് കൂടുതൽ. റിയാക്ടിവിറ്റി കൂടുതലുള്ള ആൾക്ക് എപ്പോഴും ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്ക് താരതമ്യേന എന്ത് സംഭവിക്കും? റിഡക്ഷൻ ആണ് സംഭവിക്കുക. വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. AgNO3 സിൽവർ നൈട്രേറ്റ് ആണ് AgNO3 എന്ന് പറയുന്നത്. കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇവിടെ നോക്കിയേ, സിൽവറും കോപ്പറും ആർക്കാണ് കൂടുതൽ റിയാക്ടിവിറ്റി? കോപ്പറിനാണ്. അപ്പോൾ ആർക്ക് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസാ കൂടുതൽ? കോപ്പറിനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് നോക്കാം. സിൽവർ നൈട്രേറ്റും കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? കോപ്പറിന് റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് നൈട്രേറ്റ് ആരുടെ കൂടെ പോകും? കോപ്പറിൻ്റെ കൂടെ പോകും. CuNO3 ട്വൈസ്. സാൾട്ട് എഴുതാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് എഴുതി നോക്കുക. +Ag.
ആരൊറ്റക്കാവും? Ag ഒറ്റക്കാവും. ഇനി ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി നോക്കിയേ. Agൻ്റെത് +1 ആണ്, NO3 എന്ന് പറയുന്നത് -1 ആണ്. കോപ്പർ ഒറ്റക്കായിരിക്കുന്നത്, അപ്പം 0 സ്റ്റേറ്റിൽ വരും. ഇനി ഇതിൻ്റെ അകത്തോ കോപ്പർ 2+ ആണ്, NO3 എന്ന് പറയുന്നത് 1 ആണ്, Ag ഒറ്റക്കായതുകൊണ്ട് 0 ആണ് ഇരിക്കുന്നത്. അപ്പം നോക്ക്, Ag എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത്? +1 എന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? Ag0 ആയിട്ടാണ് മാറുന്നത്. Ag0 +1 എന്ത് സംഭവിക്കുന്നു? ഒന്ന് നഷ്ടമാക്കുക ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 1 ഇലക്ട്രോൺ എന്താ സംഭവിക്കുന്നത്? 1 ഇലക്ട്രോൺ വാങ്ങിക്കുക ചെയ്യുന്നത്. 1 ഇലക്ട്രോൺ വാങ്ങിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? 0 ആയിട്ട് മാറുന്നു. അപ്പോൾ റിഡക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. റിഡക്ഷൻ 1 ഇലക്ട്രോൺ വാങ്ങിക്കുന്നു. എന്നാൽ കോപ്പർ നോക്കിയേ, Cu0 സ്റ്റേറ്റിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? Cu2+ ആയിട്ട് മാറുന്നു. Cu2+, അതായത് 2 ക്രെഡിറ്റ് കിട്ടി. നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടിയോ നോക്കിയാൽ മതി. Cu0 2 ആയിട്ട് മാറുന്നു. ആർക്കെങ്കിലും കൊടുത്താലാണ് എന്ത് സംഭവിക്കുക? 2 കൂടുക. ഓക്സിഡേഷൻ നമ്പർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷനാണ്. കാരണം ക്രെഡിറ്റ് വന്നു, 2 ക്രെഡിറ്റ് വന്നപ്പോൾ 2 ഇലക്ട്രോണിനെ കൊടുത്തു. അപ്പം എന്താ സംഭവിക്കുക? ഓക്സിഡേഷൻ. കണ്ടോ? കോപ്പറിന് ഓക്സിഡേഷൻ, സിൽവറിന് റിഡക്ഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലവണ ലായനിയിൽ അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ്റെ അകത്തുള്ള ലോഹത്തിനേക്കാൾ ക്രിയാശീലം കൂടിയ ഒരു ലോഹം ആ സാൾട്ട് സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ലവണ ലായനിക്ക് അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാൾട്ട് സൊല്യൂഷനിലുള്ള ലോഹത്തെ, ക്രിയാശീലം കൂടിയ ലോഹം അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്ത് ഒറ്റപ്പെടുത്തുന്നു, ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നു, മാറ്റിക്കുന്നു. അതാണ് മീനിങ്. എന്നിട്ട് സാൾട്ട് സൊല്യൂഷൻ്റെ അകത്ത് ആര് കയറി നിൽക്കും? ക്രിയാശീലം കൂടിയ ആള് കയറി നിൽക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി? റിയാക്ടിവിറ്റി സീരീസ് കഴിഞ്ഞു, കമ്പാരിസൺ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ഇൻ ഡിഫറെൻറ്റ് മീഡിയം അതും കഴിഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അതും കഴിഞ്ഞു. ഇനി അടുത്തതാണ് സെൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. 2 തരം സെല്ലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും. അതിൽ ഒന്നാമത്തെ ഗാൽവാനിക് സെല്ലാണ് നമുക്കിനി നോക്കാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് അതിലെന്താ സംഭവിക്കുക? ഇതൊരു ഡിവൈസാണ്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഡിവൈസാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുക? കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അവിടെ കെമിക്കൽ എനർജി ഉണ്ടാവും. എന്താ പറയുക? കെമിക്കൽ എനർജി, ഇലക്ട്രിസിറ്റി. കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. രാസപ്രവർത്തനം വഴി ഉണ്ടാവുന്ന എനർജി എന്തായി മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഇനി ഈ ഗാൽവാനിക് സെല്ല് എന്തിന്റെ ബേസിസിലാണ് നടക്കുന്നത്? ഇതെന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ബേസിസിലാണ് നടക്കുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ, ശക്തമായ ആള് വരുമ്പോൾ വീക്കായ ആളെ അതിന്റെ സൊല്യൂഷൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കും. അതിന്റെ ബേസിസിലാണ് ഗാൽവാനിക് സെല്ല് നടക്കുന്നത്. മാത്രമല്ല ഇലക്ട്രോൺ ട്രാൻസ്ഫറും കൂടി ഇതിൻ്റെ അകത്ത് നടക്കും. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഒരുമിച്ച് നടക്കുന്നതിന് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ ആ റിയാക്ഷന്റെ ബേസിസിലും കൂടിയാണ് എന്ത് നടക്കുന്നത്? ഗാൽവാനിക് സെൽ നടക്കുന്നത്. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ അതിന് വോൾട്ടായിക് സെൽ എന്നും കൂടി പറയുന്നുണ്ട്. വോൾട്ടായിക് സെൽ എന്നും കൂടി പറയും. അപ്പോൾ റിഡോക്സ് റിയാക്ഷന്റെ ബേസിസിലാണ് നടക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. Zn പ്ലസ് കോപ്പർ സൾഫേറ്റ്, നമ്മൾ നേരത്തെ എടുത്തത് തന്നെ കോപ്പർ സൾഫേറ്റ്. Zn എന്ന് പറഞ്ഞാൽ സിങ്കും കോപ്പറും. സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കിനായതുകൊണ്ട് ആർക്ക് ഓക്സിഡേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്? സിങ്കിന് ഓക്സിഡേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സിങ്ക് ആരുടെ അടുത്തേക്ക് പോകും? സൾഫേറ്റിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് എന്തായിട്ട് മാറും? ZnSO4 പ്ലസ് ആരും കൂടി ഉണ്ടാവും? കോപ്പർ ഒറ്റക്കാവും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെയ്ത് നോക്കിയേ. 0 +2 -2 +2 -2 0 ആയിട്ട് മാറും. ഇവിടെ Zന്റെ കേസ് നോക്കി ഒന്നും കൂടി ഞാനിത് പറഞ്ഞതാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. Zn0 എന്തായിട്ട് മാറുന്നു? Zn2+ +2 ഇലക്ട്രോൺ. എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നു. കോപ്പറോ? കോപ്പർ 2+ ആയിരുന്നു. റിയാക്ഷൻ കഴിയുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറി? Cu0 ആയിട്ട് മാറി. Cu0 ആയിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോണിനെ വാങ്ങി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിന്റെ ക്രെഡിറ്റ് അവർ കളഞ്ഞിട്ട് എന്തായിട്ട് മാറി? Cu0 ആയിട്ട് മാറി. ലെസ് റിയാക്റ്റീവായ എലമെന്റ് ആണ്. സോ എപ്പോഴും ഗെയിൻ ചെയ്യാനാണ് നോക്കുക. ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുക. വാങ്ങുന്നതിനെ എന്ത് പറയും? റിഡക്ഷൻ എന്ന് പറയും. റിഡക്ഷൻ.
അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, സിങ്ക് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും, ഒഴിവാക്കും. ആ ഇലക്ട്രോണിനെ ആര് വാങ്ങിക്കും? കോപ്പർ വാങ്ങിക്കും. സിങ്ക് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, അത് അവിടെ ഉണ്ടാവും. ആ ഇലക്ട്രോണിനെ ആര് വാങ്ങിക്കും? കോപ്പർ. അപ്പം നോക്കിയേ, ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂവ്മെന്റ് പോയില്ലേ? ഇലക്ട്രോൺ സിങ്കിന്റെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രോൺ ഇതിലേ സഞ്ചരിച്ച് എവിടെ പോയി? കോപ്പറിലേക്ക് എത്തി. അപ്പം എന്ത് പറയാം? ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. എന്താ സംഭവിച്ചത്? ഇലക്ട്രോണിനെ മൂവ്മെന്റ് സംഭവിച്ചു. ഇലക്ട്രോൺ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി. അതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ബീക്കറിൽ ഞാൻ എന്തെടുത്തിട്ടുണ്ട്? കോപ്പർ സൾഫേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് CuSO4 ഉണ്ടെന്ന് വിചാരിക്കുക, കോപ്പർ സൾഫേറ്റ്. ഇതിൻ്റെ അകത്ത് ഞാനൊരു സിങ്ക് റോഡ് വെച്ച്, എന്താ വെച്ചത്? സിങ്ക് റോഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സിങ്ക് എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റിൻ്റെ അകത്ത് സിങ്ക് വെച്ചപ്പോൾ ഈ സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് റോഡിൽ നിന്ന് എന്തായി? Zn2+ ആയി പുറത്തേക്ക് വരും. കോപ്പർ സൾഫേറ്റിൻ്റെ അകത്ത് ഞാനൊരു സിങ്ക് റോഡ് വെച്ചു. അപ്പം സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് റോഡിൻ്റെ അകത്ത് സിങ്ക് മോർ റിയാക്റ്റീവ് ആണ്. അപ്പം Zn2+ ആയിട്ട് പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ എന്തിനേയും കൂടി കൊടുക്കും? ഒരു 2 ഇലക്ട്രോൺ കൂടി വിട്ടുകൊടുത്തിട്ടാണ് Zn2+ ആയിട്ട് മാറുന്നത്. സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് റോഡിൽ Zn0 ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം അത് Zn2+ ആയിട്ട് പുറത്തു വരുമ്പോൾ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനും കൂടി കൊണ്ടുവരും. അപ്പം ഈ ഇലക്ട്രോണിനെ ആര് വാങ്ങിക്കും? Cu2+ വാങ്ങിക്കും. എന്നിട്ട് എന്തായി? വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? Cu ആയിട്ട് വാങ്ങിക്കും. എന്നിട്ട് ഈ Cu എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും? സിങ്ക് ആദ്യം റോഡിൽ ഉണ്ടായിരുന്നു, അത് പുറത്തേക്ക് 11 ലൈനിലേക്ക് എന്തായിട്ടാ വന്നേ? Zn2+ ആയിട്ട് വന്നു. അപ്പം ഈ സിങ്ക് റോഡിൽ ആരില്ല? സിങ്ക് ഇല്ല. അപ്പം ആടെ ആര് പോയിരിക്കും? കോപ്പർ വന്നിരിക്കും. ഒന്നും കൂടി പറയാം. എൻ്റെ കയ്യിൽ ഒരു കോപ്പർ സൾഫേറ്റ് ലായനി ഉണ്ട്. കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ ലായനി എടുത്തു. അതിൻ്റെ അകത്തേക്ക് ഞാനൊരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചു, മുക്കി വെച്ചു സിങ്ക് റോഡ്. അപ്പം റോഡിൻ്റെ അകത്ത് ആരുണ്ട്? സിങ്ക് ഉണ്ട്. കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ സിങ്ക് വിചാരിക്കുക, എനിക്ക് റോഡിലിരിക്കുന്ന ഒരു സുഖമില്ല. അപ്പം എന്ത് ചെയ്യും? ഈ സൊല്യൂഷനിൽ പോകണം. സൊല്യൂഷനിൽ എങ്ങനെയാണ് പോകാൻ പറ്റൂ? Zn2+ ആയിട്ടേ പോകാൻ പറ്റൂ. അപ്പം സിങ്ക് മെല്ലെ Zn2+ ആയിട്ട് കോപ്പർ സൾഫേറ്റിലേക്ക് വരും. അങ്ങനെ വെറുതെ വരാൻ പറ്റുമോ? ഇല്ല. ഒരു ഇലക്ട്രോണിനെ കോപ്പർ സൾഫേറ്റിൽ ഇട്ട് കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇവിടെ Zn2+ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം എന്ത് ചെയ്യും? വരുമ്പോൾ 2 ഇലക്ട്രോണിനെ കോപ്പർ സൾഫേറ്റിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ കോപ്പർ സൾഫേറ്റിൽ ഇലക്ട്രോൺ വീണ് കഴിയുമ്പം അപ്പാട് കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യും? ആ ഇലക്ട്രോണിനെ, കോപ്പർ സൾഫേറ്റിലെ കോപ്പർ എന്ത് ചെയ്യും? ആ ഇലക്ട്രോണിനെ അങ്ങ് സ്വന്താക്കും. എന്നിട്ട് എന്തായിട്ട് മാറും? Cu0 ആയിട്ട് മാറും. 0 ആയ സ്റ്റേറ്റിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം അതെന്ത് ചെയ്യും? സിങ്കിന്റെ സ്ഥാനത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. സിങ്ക് താഴേക്ക് വരും, കോപ്പർ ഇതിന്റെ മുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം എന്താ സംഭവിക്കുന്നത്? Zn എന്ന് പറയുന്നത് Zn2+ ആയിട്ട് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് താഴെ വരും. അതായത് 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് താഴെ വരും. കോപ്പർ എന്ത് ചെയ്യും? ആ ഇലക്ട്രോണിനെ വാങ്ങിക്കും. എന്നിട്ട് കോപ്പർ 0 ആയിട്ട് നിൽക്കും. എവിടെ നിൽക്കും? ഈ റോഡിൻ്റെ അകത്ത് പോയി നിൽക്കും. അപ്പോൾ ഇതാണ് റിയാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ കോപ്പറിന് റിഡക്ഷൻ സംഭവിക്കുന്നു, സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഇനി ഇത് നടക്കുന്നത്, ഇതാണ് കൺസെപ്റ്റ് വരുന്നത്. പക്ഷെ ആക്ച്വലി ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ ബീക്കറിൽ നടക്കുന്ന കാര്യമല്ല. എന്ത് ചെയ്യും? 2 ബീക്കർ എടുക്കും. 2 ബീക്കർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും? ഒന്നിൻ്റെ അകത്ത് സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യും. സിങ്ക് റോഡ് വെക്കും. പക്ഷെ ഇതിൻ്റെ അകത്തേ ഡിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സൊല്യൂഷൻ വെക്കും. ആ എന്തിനാ? Zn സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ് വെക്കും. കാരണം സിങ്കിനെ അങ്ങോട്ടേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ അകത്ത് നിന്ന് പോകുന്നതിനനുസരിച്ച് സിങ്കിനെ കൊടുക്കണം. അതിനു വേണ്ടിയാണ് Zn സൾഫേറ്റ് എടുക്കുന്നത്. ഇനി ഇപ്പം ആരെ വെക്കും? കോപ്പറിനെ വെക്കും. കോപ്പർ റോഡ് വെക്കും. കോപ്പറിലേക്ക് കോപ്പറിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പർ സൾഫേറ്റിനെ കൊടുക്കും. എന്നിട്ട് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുക. ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു എന്നറിയാൻ വേണ്ടി നമ്മൾ ആരെ വെക്കണം? ഒരു വോൾട്ട് മീറ്ററിനെ വെക്കണം. വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ഭാഗം എപ്പോഴും ഹൈലി റിയാക്റ്റീവായ ഭാഗത്തെയും, അതായത് ക്രിയാശീലം കൂടിയ ഭാഗമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി റിയാക്ടിവിറ്റി കുറഞ്ഞ ഭാഗം വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ഭാഗമായിട്ട് കണക്ട് ചെയ്യണം. റിയാക്ടിവിറ്റി കൂടിയ ഭാഗം എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ, ഇടത് ഭാഗത്തും, റിയാക്ടിവിറ്റി കുറഞ്ഞ ഭാഗം എപ്പോഴും റൈറ്റ് സൈഡിലുമാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെ സിങ്ക് ആണ് മോർ റിയാക്റ്റീവ്.
ഇനി ഇവ രണ്ടും തമ്മിലൊരു കണക്ഷൻ വേണം. അതായത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ഇലക്ട്രോണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു യു ഷേപ്പുള്ള ട്യൂബ് ഇവിടെ വെച്ചു. അതിന് പറയുന്ന പേരാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയും. അപ്പോൾ ഈ യു ഷേപ്പുള്ള ട്യൂബിൽ അപ്പോൾ ഈ യു ഷേപ്പുള്ള ട്യൂബിൽ എന്തൊക്കെ ഫില്ല് ചെയ്യുന്നത്? അഗർ എന്ന് പറഞ്ഞ ജെല്ലുണ്ടാവും, അല്ലെങ്കിൽ ജെലാറ്റിൻ എന്ന് പറഞ്ഞ ജെല്ലുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മിക്സ്ചേഴ്സ് ആണ് ഉണ്ടാവുക. അമോണിയം ക്ലോറൈഡ്, KCl KNO3 പോലുള്ള മിക്സ്ചറൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സാൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കാനും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാനും ഒക്കെ ആര് വേണം? സാൾട്ട് ബ്രിഡ്ജ് വേണം. ഇനി ഇവിടെ എന്താ റിയാക്ഷൻ നോക്കാം. സിങ്ക് എന്ന് പറയുന്നത് എന്താ? ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഈ സിങ്ക് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും, നഷ്ടപ്പെടുത്തും. സിങ്ക് ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് വരും? 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടെ വന്ന് നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് ആ 2 ഇലക്ട്രോൺ ഇവിടെ നിൽക്കും. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ട് എവിടെ വരും? ഇപ്പുറത്തെ സർക്യൂട്ടിൽ, ഇപ്പുറത്തെ ബീക്കറിലേക്ക് വരും. അവിടെ ആരുണ്ട്? കോപ്പർ ഉണ്ട്. ആ ഇലക്ട്രോൺ അപ്പോൾ ആര് വാങ്ങിക്കും? കോപ്പർ വാങ്ങും. എന്നിട്ട് കോപ്പർ വാങ്ങിച്ചിട്ടോ കോപ്പർ ആയിട്ട് ഇവിടെ വന്ന് Cu ആയിട്ട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. Cu2+ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. Cu2+ അല്ലേ? 2+ ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? Cu ആയിട്ട് ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. ഒന്നുകൂടി പറയാം, സിങ്ക് മോർ റിയാക്റ്റീവ് ആണ്. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് സൾഫേറ്റ് ഉണ്ട്, സിങ്ക് സൾഫേറ്റിൽ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടാവുള്ളത്, മുക്കി വെച്ചിട്ടാവുള്ളത്. അപ്പോൾ സിങ്കിന് മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് സിങ്ക് എന്ത് ചെയ്യും? Zn2+ ആയിട്ട് മാറും. എങ്ങനെ? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ അപ്പാട് ഈ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി മൂവ് ചെയ്തിട്ട് എവിടെ എത്തും? ഇപ്പുറത്തെ ബീക്കറിൽ എത്തും. ആ ഇപ്പുറത്തെ ബീക്കറിൽ ആരിയ്ക്കുന്നുണ്ട്? ആ ഇലക്ട്രോണിനെ നോക്കിയിട്ട് കോപ്പർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കോപ്പർ എന്ത് ചെയ്യും? ആ ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് Cu ആയിട്ട് ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാണ് നടക്കുക. ഇനി അപ്പോൾ സിങ്ക് എന്താ ചെയ്യുന്നത്? 2 ഇലക്ട്രോണിനെ നഷ്ടമാക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സിങ്കിന് എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ സംഭവിക്കുന്നു. സിങ്ക് Zn2+ ആയിട്ട് മാറുന്നു, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ഓക്സിഡേഷൻ. ഇനി ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം ഏതാണോ അതിന് പറയുന്ന പേരാണ് ആനോഡ്. ആനോഡ് നോക്കിയേ, ആനോഡിന് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. നെഗറ്റീവ് ചാർജ് അല്ലെ? ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം ആനോഡ് എന്ന് പറയുന്നു. ആനോഡ് എപ്പോഴും എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇടത് ഭാഗത്താണ് ആനോഡിനെ വെക്കേണ്ടത്. ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. എന്തുകൊണ്ടാ? ഇലക്ട്രോൺ ഇവിടുന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് എപ്പോഴും നെഗറ്റീവാണ്. ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അതിന് നെഗറ്റീവ് ചാർജ്. അപ്പം ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആണ് നടക്കുക. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യും? കോപ്പർ 2+ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിനെ, സിങ്ക് കൊടുത്തുവിട്ട ഇലക്ട്രോണിനെ ആര് വാങ്ങിക്കും? കോപ്പർ വാങ്ങിച്ചിട്ട് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. ഇലക്ട്രോണിനെ സ്വീകരിച്ചു. എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ സ്വീകരിക്കുന്നതിന് എന്ത് പറയുന്നു? റിഡക്ഷൻ എന്ന് പറയുന്നു. ഇനി റിഡക്ഷൻ സംഭവിക്കുന്ന സ്ഥലത്തിന് നമ്മൾ കാത്തോഡ് എന്ന് പറയും. റിഡക്ഷൻ സംഭവിക്കുന്ന സ്ഥലത്തിന് കാത്തോഡ് എന്ന് പറയും. ഇലക്ട്രോൺ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചേരുക ചെയ്യുക. ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ മറ്റേ ഭാഗത്തിന് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി ടോട്ടൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുക. അതായത് ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ ഒരുമിച്ച് എഴുതുക. Zn പ്ലസ് Cu2+. ഇനി എന്ത് ചെയ്യണം? ഒരേപോലെയുള്ളത് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് കളയാം. 2 ഇലക്ട്രോൺ ഇവിടെയുണ്ട്, 2 ഇലക്ട്രോൺ ഇവിടെയുണ്ട്. അത് സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കി ആരുണ്ട്? ഈ ഭാഗത്ത് Zn2+ ഉണ്ട്, ഇവിടെ ആരുണ്ട്? Cu. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ നോക്കി എഴുതുക ചെയ്യുക. ഒരേപോലെയുള്ള ആൾക്കാരെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. അപ്പോൾ എന്ത് നടക്കുന്നുണ്ട്? ഒരു റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നു. റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സീകരണവും നിരോക്സീകരണവും ഒരു റിയാക്ഷനിൽ തന്നെ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നത് എപ്പോഴും എവിടെയാ? ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്. റിഡക്ഷൻ നിരോക്സീകരണം സംഭവിക്കുന്നത് എപ്പോഴും എവിടെയാ? കാത്തോഡിലാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഓർമ്മിക്കാൻ നോക്കിക്കോ. ആനോക്സ്, റെഡ് കാറ്റ്,
റെഡ് കാറ്റ് എന്ന് ഓർമ്മിക്കാലോ, ചുവന്ന പൂച്ച, റെഡ് കാറ്റ്. റിഡക്ഷൻ നടക്കുന്നത് കാത്തോഡിലാണ്. ഇനി ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്, കാത്തോഡിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. ഓർമ്മിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഗാൽവാനിക് സെല്ല് G, ആനോഡ്, ഗാൽവാനിക് സെല്ലില് ആനോഡ് ഏത് ചാർജ്? നെഗറ്റീവ് ചാർജ്. ഏതെങ്കിലും ഒരു കോഡ് ഓർമ്മിച്ച് നോക്കുക. ഗാൽവാനിക് സെല്ലില് ആനോഡ് നെഗറ്റീവ് ചാർജ്, ഗാൽവാനിക് സെല്ലില് കാത്തോഡ് പോസിറ്റീവ് ചാർജ്, GCP. ഓക്സിഡേഷൻ എപ്പോഴും ആനോഡിലും റിഡക്ഷൻ എപ്പോഴും കാത്തോഡില്. റെഡ് കാറ്റ് എന്ന് ആലോചിച്ച് നോക്കുക, അപ്പൊ ബാക്കി കിട്ടൂലേ? റിഡക്ഷൻ നടക്കുന്നത് കാത്തോഡിലാണ്. റെഡ് കാറ്റ്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ, ആനോക്സ്. ഇനി ഗാൽവാനിക് സെല്ലിൽ ആനോഡ് എപ്പോഴും നെഗറ്റീവ്, GAN. അന്നേരം മറ്റേത് കിട്ടുമല്ലോ. ഗാൽവാനിക് സെല്ലിൽ കാത്തോഡ് എപ്പോഴും പോസിറ്റീവ്, GCP എന്ന കോഡ് വെച്ചിട്ടൊക്കെ നമ്മൾ ഓർമ്മിച്ച് നോക്കുക. അപ്പൊ ഗാൽവാനിക് സെല്ല് മനസ്സിലായോ? 2 ബീക്കറാണ് ഉണ്ടാവുക. ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയ ആള്, റൈറ്റ് സൈഡിൽ എപ്പോഴും റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ് എടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? റിയാക്ടിവിറ്റി കൂടിയ ആൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഇവിടെ കൊടുക്കും. ആ ഇലക്ട്രോൺ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി എന്തെത്തും? ഇപ്പുറത്തെ ബീക്കറിലെത്തും. ആ ബീക്കറിലുള്ള ആൾ ആ ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് ആ റോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഗാൽവാനിക് സെല്ലിൽ എന്താ സംഭവിക്കുക? കെമിക്കൽ എനർജി. ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുമ്പോൾ അവിടെ ഒരു കെമിക്കൽ എനർജി ഉണ്ടാവും. ആ കെമിക്കൽ എനർജി എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ആയി എന്ന് എങ്ങനെ മനസ്സിലാവുക? വോൾട്ട് മീറ്ററിൽ ചെറിയ ഡീവിയേഷൻ മാറ്റം കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഗാൽവാനിക് സെൽ ബേസ്ഡ് ഓൺ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇറ്റ് ഈസ് എൻ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ. ഇലക്ട്രോൺ ട്രാൻസ്ഫറും കൂടെ ഇവിടെ നടക്കുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ മനസ്സിലായോ ഗാൽവാനിക് സെല്ല്? നമുക്കൊരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ നോക്കാം. ഇപ്പം ഞാൻ കോപ്പർ സൾഫേറ്റും സിൽവർ നൈട്രേറ്റും എടുത്തു. അപ്പൊ എങ്ങനെ വരയ്ക്കാം? കോപ്പർ സൾഫേറ്റും സിൽവർ നൈട്രേറ്റും. കോപ്പർ സൾഫേറ്റിന്റെ ഫോർമുല എന്താ? CuSO4. സിൽവർ നൈട്രേറ്റ് AgNO3. എന്നിട്ട് നോക്കിയേ, ആരെ ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്യും? കോപ്പറും സിൽവറും. കോപ്പറും സിൽവർ ആർക്കാ റിയാക്ടിവിറ്റി കൂടുതൽ? കോപ്പറിന്. അപ്പൊ കോപ്പറിനെ എവിടെ പ്ലേസ് ചെയ്യും? ലെഫ്റ്റ് സൈഡിൽ കോപ്പറിനെ വെച്ചു, റൈറ്റ് സൈഡിൽ സിൽവറിനെ വെച്ചു. കോപ്പർ, ഇവിടെ സിൽവർ. കോപ്പറിനെ ഇതിൽ മുക്കി വെച്ചു? കോപ്പർ സൾഫേറ്റ്. സിൽവർ നൈട്രേറ്റ് AgNO3. നമ്മൾ എടുത്തിരിക്കുന്ന റോഡിന്റെ തന്നെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എടുത്താൽ മതി. ഇനി ഇതിനെ എന്ത് ചെയ്തു? ഒരു വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്തു. വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ഭാഗം എപ്പോഴും ഹൈലി ക്രിയാശീലം കൂടിയ ആളും റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലം കുറഞ്ഞ ആൾക്ക് പോസിറ്റീവ് ചാർജുമായിട്ട് കണക്ട് ചെയ്യുക. സർക്യൂട്ട് കംപ്ലീറ്റ് ആയോ? എല്ലാവരെയും കൂടി വേണം. സാൾട്ട് ബ്രിഡ്ജും കൂടി വേണം. സാൾട്ട് ബ്രിഡ്ജ് യു ഷേപ്പുള്ള ട്യൂബാണ്. സാൾട്ട് ബ്രിഡ്ജും കൂടി വരച്ചു. ഇനി ഇവിടെ എന്താ സംഭവിക്കുക? കോപ്പർ മോർ റിയാക്റ്റീവ് ആണ്, ക്രിയാശീലം കൂടുതലാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ലോസ് ചെയ്യും. ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ ഇലക്ട്രോണിന് എന്ത് ചെയ്യും? ഈ സർക്യൂട്ട് വഴി മൂവ് ചെയ്യും. ഇതിലേ പോയിട്ട് എന്ത് ചെയ്യും? ഇപ്പുറത്തെത്തും. എന്നിട്ട് ആ ഇലക്ട്രോണിനെ ആര് വാങ്ങിക്കും? Ag വാങ്ങിക്കും. അപ്പൊ കോപ്പർ എന്ത് ചെയ്യുക? കോപ്പർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. Cu2+ ആണ്. ബാലൻസി അറിയാലോ, 2+ ആണ്. അതുകൊണ്ട് തന്നെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. Cu2+ ആയതുകൊണ്ട് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പൊ ഈ ഇലക്ട്രോൺ കോപ്പർ എന്ത് ചെയ്യും? Cu2+ ആയിട്ട് ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യും. ആ ഇലക്ട്രോൺ ഇതുവഴി മൂവ് ചെയ്തിട്ട് എവിടെ എത്തും? ഇപ്പുറത്തും. അപ്പൊ നമ്മുടെ Ag എന്ത് ചെയ്യും? ആ വരുന്ന ഇലക്ട്രോണിനെ വാങ്ങിക്കും. Ag+ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് എന്തായിട്ട് മാറും? Ag ആയിട്ട് മാറും. ഇനി ഒരു കാര്യം നോക്കണം, ഇവിടെ 2 ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ട്. Agക്ക് 1 ഇലക്ട്രോണേ വേണം. അപ്പൊ ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം കണക്കായി. ഇനി നമ്മൾ ടോട്ടൽ റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ, ഇതെന്താ സംഭവിക്കുന്നത്? ഇതിന് ഓക്സിഡേഷൻ, ഹൈലി റിയാക്റ്റീവ്, ക്രിയാശീലം കൂടിയാക്ക് എപ്പോഴും എന്താ സംഭവിക്കുക? ഓക്സീകരണം, ഓക്സിഡേഷൻ. ക്രിയാശീലം കുറഞ്ഞ ആക്ക് റിഡക്ഷൻ സംഭവിക്കുന്നു. ഇനി രണ്ടും കൂടിയുള്ള റിയാക്ഷൻ എഴുതിക്ക്. 2 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്തു. അപ്പൊ ടോട്ടൽ റിയാക്ഷൻ എന്ത് വരും? Cu പ്ലസ് ഇവിടെ എത്ര Ag ഉണ്ട്? 2Ag gives Cu2+ plus 2Ag. ഇതാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ. ക്ലിയർ ആയോ?
അപ്പോൾ ഗാൽവാനിക് സെല്ലാണ് പറഞ്ഞത്. ഗാൽവാനിക് സെല്ലിൽ എപ്പോഴും ആനോഡ് നെഗറ്റീവാണ്, നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, നെഗറ്റീവാണ്. ഗാൽവാനിക് സെല്ലിൽ കാത്തോഡ് പോസിറ്റീവാണ്. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. ആനോഡിൽ എപ്പോഴും എന്താ നടക്കുക? ഓക്സിഡേഷൻ. ആനോക്സ് എന്ന് പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കുക. ഇനി കാത്തോഡിൽ എപ്പോഴും എന്താ നടക്കുക? കാത്തോഡിൽ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. നിരോക്സീകരണമാണ് നടക്കുന്നത്. കാത്തോഡിൽ നിരോക്സീകരണം. അപ്പം എന്താ? റെഡ് കാറ്റ് എന്നുള്ള കാര്യം, ചുവന്ന പൂച്ച എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. റെഡ് കാറ്റ്, റിഡക്ഷൻ കാത്തോഡിൽ. ഇനി ആനോഡ് എപ്പോഴും ഹൈലി റിയാക്റ്റീവായ ആള്, ഹൈലി റിയാക്റ്റീവ്, അതായത് ക്രിയാശീലം കൂടുതൽ. കാത്തോഡിൽ ലെസ് റിയാക്റ്റീവ്, ക്രിയാശീലം കുറഞ്ഞ ആളാണ് കാത്തോഡിൽ നിൽക്കുന്നത്. ലെസ് റിയാക്റ്റീവ് ആയ ആളെയാണ് കാത്തോഡിൽ പ്ലേസ് ചെയ്യുന്നത്. അപ്പം ഗാൽവാനിക് സെല്ല് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഗാൽവാനിക് സെൽ കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി മാറിപ്പോയത്. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഗാൽവാനിക് സെൽ. വോൾട്ടൈക് സെൽ എന്നും കൂടി പറയുന്നു. 2 ബീക്കർ ഉണ്ടായിരിക്കും ഗാൽവാനിക് സെല്ലിൽ. അപ്പം നമ്മുടെ ഗാൽവാനിക് സെല്ല് കഴിഞ്ഞു. ഇനി അടുത്ത ആളാണ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത്. ഇലക്ട്രോലിറ്റിക് സെല്ല് നിങ്ങൾക്ക് 2 എണ്ണമാണ് പഠിക്കാനുള്ളത്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡും പിന്നെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതായത് അക്വസ് സൊല്യൂഷൻ വെച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ എന്ന് പറയുന്നത് ഇലക്ട്രോളിസിന്റെ ബേസിസിലാണ് നടക്കുന്നത്. അതായത് അയോൺസ് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അയോൺസ് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റിയുടെ ഭാഗമായിട്ട് കെമിക്കൽ ചേഞ്ച് നടക്കുന്നു. എന്താ സംഭവിക്കുക? കെമിക്കൽ ചേഞ്ച് നടക്കും. ഇലക്ട്രിസിറ്റി എന്തായിട്ട് മാറും? ഇവിടെ ഇലക്ട്രിസിറ്റി കൺവേർട്ടഡ് ഇൻറ്റു കെമിക്കൽ ചേഞ്ച്. രാസമാറ്റം സംഭവിക്കുന്നു. വൈദ്യുതി കടത്തിവിടുമ്പോൾ രാസമാറ്റം സംഭവിപ്പിക്കുന്ന റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്തായിട്ട് മാറും? ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കും. അപ്പം അവിടെ എന്തെങ്കിലും ഒരു കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം സംഭവിക്കുന്നു. കെമിക്കൽ ചേഞ്ച്, രാസമാറ്റം. വൈദ്യുതി കൊടുത്തിട്ട് രാസമാറ്റം സംഭവിക്കുന്ന സെല്ലിനെയാണ് ഇലക്ട്രോലിറ്റിക് സെല്ല് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനെന്ത് വേണം? എടുക്കുന്നത് ഒറ്റ ബീക്കറേ ഉള്ളൂ. ഇലക്ട്രോലിറ്റിക് സെല്ല് നോക്കണം, ഒറ്റ ബീക്കർ. ഗാൽവാനിക് സെല്ലില് 2 ബീക്കർ ഉണ്ട്. എന്നിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ഇലക്ട്രോലൈറ്റ്, സാൾട്ട് സൊല്യൂഷൻ അല്ല, ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കുന്നത്. ഒറ്റ ബീക്കർ ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു. അപ്പൊ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ്. അതായത് ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്ന, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടക്ട് ചെയ്തിരിക്കണം. ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോലൈറ്റിൻ്റെ അകത്ത് എന്തുണ്ടാവും? അയോൺസ് ഉണ്ടാവും. അവരെന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിസിറ്റീനെ, അയോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിസിറ്റീനെ കടത്തിവിടുന്നു. അങ്ങനെ ഇലക്ട്രിസിറ്റി അതിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ എന്തെങ്കിലും, അപ്പോൾ അയോൺസ് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ എന്തെങ്കിലും രാസമാറ്റം സംഭവിക്കുന്നു. അയോൺസ് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി കാരണം, വൈദ്യുതി കാരണം രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോൾ എന്താ പറയുന്നത്? വൈദ്യുതി കടത്തി വിടുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിന് എന്തെങ്കിലും രാസമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനത്തെയാണ് നമ്മൾ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് സോഡിയം ക്ലോറൈഡ്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ നോക്കാം. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആണ്. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് വെച്ചു. എന്തൊക്കെ ഉണ്ടാവും മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ അകത്ത്? Na ഉണ്ടാവും, Cl ഉണ്ടാവും, Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് 2 ഗ്രാഫൈറ്റ് റോഡ് വെച്ചു. ഇതിൻ്റെ അകത്ത് ഗ്രാഫൈറ്റ് റോഡാണ് വെക്കുന്നത്. ഗ്രാഫൈറ്റ് റോഡിന്റെ നെഗറ്റീവ് ഭാഗം, കുഞ്ഞി ഭാഗത്തിനെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. വലിയ ഭാഗം പോസിറ്റീവ് ഭാഗമാണ്. ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നു. ബാറ്ററി എന്തിനാ വെക്കുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബാറ്ററി വെക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? മോൾട്ടൺ NaCl വെച്ചു. എന്നിട്ട് 2 ഗ്രാഫൈറ്റ് റോഡ് വെച്ചു. ഇലക്ട്രിസിറ്റി കടത്തി വിടാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ബാറ്ററി വെച്ചു.
അപ്പം എന്ത് ചെയ്യും? Na പോസിറ്റീവും Cl മൈനസും ആണ്. അപ്പോൾ പോസിറ്റീവായ ആൾ എപ്പോഴും എങ്ങോട്ട് പോകാനാണ് നോക്കുക? എപ്പോഴും പോസിറ്റീവായ ആൾ എപ്പോഴും എങ്ങോട്ടേക്ക് പോവും? നെഗറ്റീവ് ഭാഗത്തേക്ക് പോവും. നെഗറ്റീവായ ആൾ എപ്പോഴും എങ്ങോട്ടേക്ക് പോവും? പോസിറ്റീവിലേക്ക് പോവും. അപ്പം നെഗറ്റീവ് ടെർമിനലിലേക്ക് ആരാ പോവുക? നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം ആരാ പോവുക? സോഡിയം പോവും. അപ്പം സോഡിയം പോയിട്ട് എന്ത് ചെയ്യും? Na പ്ലസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ വാങ്ങും. എന്നിട്ട് എന്തായിട്ട് മാറും? സോഡിയം ആയിട്ട് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം നെഗറ്റീവ് ടെർമിനലിലേക്ക് എപ്പോഴും പോകുന്ന ആള് പോസിറ്റീവായ ആളാണ്. Na പ്ലസും Cl മൈനസും ആണ് ഉണ്ടാവുക. മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ 2 തരം അയോൺസ് ആണ് ഉണ്ടാവുക. അതിൽ Na പോസിറ്റീവായ ആൾ എപ്പോഴും ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം കണക്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തേക്കാണ് പോവുക. നെഗറ്റീവായ ആൾ പോസിറ്റീവിലേക്ക് പോകും. അപ്പം Na എങ്ങനെയാ പോവുക? ഒരു ഇലക്ട്രോണിനെ വാങ്ങും. എന്നിട്ട് Na ആയിട്ട് പോയിട്ട് അവിടെ ഇരിക്കും, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ വാങ്ങുക ചെയ്യുന്നത്. അപ്പോൾ വാങ്ങുന്ന റിയാക്ഷൻ എന്താ? വാങ്ങുന്ന റിയാക്ഷൻ നമ്മളൊരു പേര് പറഞ്ഞായിരുന്നു. എന്താ വാങ്ങുന്ന റിയാക്ഷൻ? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറയും. നിരോക്സീകരണം, റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം. ഇനി പോസിറ്റീവ് ടെർമിനലിലേക്ക് ആര് പോകും? പോസിറ്റീവ് ടെർമിനലിലേക്ക് ക്ലോറിൻ പോകും. അപ്പൊ ക്ലോറിൻ എന്ത് ചെയ്യുക? ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ടാണ് പോവുക. ക്ലോറിൻ എന്ന് പറയുന്നത് Cl മൈനസ് ആണ്. അപ്പൊ ക്ലോറിൻ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് ഒരു ഇലക്ട്രോണിനെ അങ്ങ് കൊടുക്കും. എന്നിട്ട് Cl ആയിട്ട് നിൽക്കും. ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്ന റിയാക്ഷൻ എന്താ? ഓക്സിഡേഷൻ കൊടുത്തു. ഇനി ഒരു ക്ലോറിൻ ഒറ്റക്ക് അങ്ങനെ നിൽക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? വേറൊരു ക്ലോറിനെയും കൂടി കൂട്ടുപിടിക്കും. എന്നിട്ട് എന്തായിട്ട് മാറും? Cl2, ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞുതരാം. മോൾട്ടൺ NaCl, നമ്മൾ മോൾട്ടൺ NaCl നോക്കുന്നത്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണ് നോക്കുന്നത്. സോഡിയം എന്ത് ചെയ്യും? സോഡിയം ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? വാങ്ങിക്കും. എന്നിട്ട് സോഡിയം ചാർജ് നഷ്ടമാക്കിയിട്ട് സോഡിയമായിട്ട് നിൽക്കും. ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. എവിടെ? ഇനി റിഡക്ഷൻ സംഭവിക്കുന്ന സെല്ലിനെ കാത്തോഡ് എന്ന് പറയുന്നു. ഇനി ക്ലോറിൻ എന്ത് ചെയ്യും? ക്ലോറിൻ എങ്ങോട്ടാ പോവാൻ? നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പോൾ പോസിറ്റീവിലേക്ക് പോകും. എങ്ങനെ പോകും? ഒരു ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് പോകും. ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നു. ഇലക്ട്രോൺ കൊടുക്കുന്നതിന് എന്ത് പറയും? ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറയും. അപ്പോൾ ഒറ്റക്ക് ക്ലോറിൻ ഇങ്ങനെ നിൽക്കില്ല. തൊട്ടടുത്ത് വേറെ ഒരു ക്ലോറിനെയും കൂടി കൂട്ടുപിടിച്ചിട്ട് എന്ത് നിൽക്കും? Cl2 ആയിട്ട് നിൽക്കും. അപ്പൊ എന്ത് സംഭവിച്ചു? Clന് ഓക്സിഡേഷൻ സംഭവിച്ചു, ഓക്സീകരണം സംഭവിച്ചു. സോഡിയത്തിന് എന്ത് സംഭവിച്ചു? റിഡക്ഷനും സംഭവിച്ചു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഓക്സിഡേഷൻ നടക്കുന്ന സെല്ലിന് നമ്മൾ എന്ത് പറയും? ആനോഡ് എന്ന് പറയും. റിഡക്ഷൻ സംഭവിക്കുന്നതിന് എന്ത് പറയും? കാത്തോഡ് എന്ന് പറയും. അപ്പൊ ഇതേതാ സെല്ല്? ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. അപ്പം ഇലക്ട്രോളിറ്റിക് സെല്ല് ഓക്സിഡേഷൻ നടക്കുന്നത് ഏതാ? ആനോഡ്. ഇവിടെ നോക്കിയേ, ആനോഡ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എവിടെയാ നടന്നേ? പോസിറ്റീവ് എങ്ങോട്ടേക്കാ പോയേ? നെഗറ്റീവിലേക്കാ പോയേ. സോഡിയം ഇങ്ങോട്ട് വന്നു. ക്ലോറിൻ എങ്ങോട്ട് പോയി? പോസിറ്റീവ് ചാർജ് ഉള്ളിടത്തേക്ക് പോയി. അപ്പൊ സോഡിയം പോയ ഭാഗത്ത് എന്താ സംഭവിച്ചേ? സോഡിയം പോയ ഭാഗത്ത് റിഡക്ഷൻ ആണ് സംഭവിച്ചത്. റിഡക്ഷൻ കാത്തോഡാണ്. അപ്പം റിഡക്ഷൻ കാത്തോഡിലാണ് സംഭവിച്ചത്. കാത്തോഡിന്റെ ചാർജ് നോക്കിയേ, നെഗറ്റീവ് ചാർജ്. എന്നാൽ നമ്മുടെ ക്ലോറിൻ എങ്ങോട്ടാ പോയേ? ക്ലോറിൻ പോയത് പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. അപ്പോൾ പോസിറ്റീവ് ഭാഗത്ത് എന്ത് നടന്നു? ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ ഓക്സിഡേഷൻ നടന്ന സെല്ലിനെ ആനോഡ് എന്ന് പറയുന്നു. ആനോഡ് ക്ലോറിൻ, പോസിറ്റീവ് ഭാഗമാണ് P. നോക്കിയേ, ഇലക്ട്രോളിറ്റിക് സെല്ലിലെ ആനോഡ് പോസിറ്റീവ്, ഇലക്ട്രോളിറ്റിക് സെല്ലിലെ കാത്തോഡ് നെഗറ്റീവ്. നേരത്തെ പഠിച്ച കാര്യം ഓർമ്മയുണ്ടോ? നേരത്തെ നമ്മൾ ഗാൽവാനിക് സെല്ലിലെ ആനോഡ് നെഗറ്റീവ് ഇങ്ങനെയായിരുന്നു പഠിച്ചത്. മാറിപ്പോരുത്, കോഡ് വെച്ച് പഠിക്കുക. ഗാൽവാനിക് സെല്ലിലെ കാത്തോഡ് പോസിറ്റീവ്, ഏതെങ്കിലും ഒന്ന് പഠിക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേത്. അപ്പോൾ എന്തൊക്കെ വ്യത്യാസമുണ്ട് ഗാൽവാനിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും തമ്മിൽ? ഇലക്ട്രോളിറ്റിക് സെല്ല് എന്ന് പറയുന്ന ഒറ്റ ബീക്കറാണ്. ഗാൽവാനിക് സെല്ല് 2 ബീക്കറിലാണ് നടക്കുന്നത്. ഇനി ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് എപ്പോഴും പോസിറ്റീവ് ആണ്.
ആനോഡ് ഏത് സെല്ലായിക്കോട്ടെ ഓക്സിഡേഷൻ ആനോഡിലും, ഓക്സിഡേഷൻ എപ്പോഴും എവിടെയേ നടക്കുള്ളൂ? ആനോഡിൽ. ഓക്സീകരണം ആനോഡിലും റിഡക്ഷൻ എപ്പോഴും കാത്തോഡിലേ നടക്കുള്ളൂ. അത് രണ്ട് സെല്ലിലും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ ചാർജ് വ്യത്യാസമാവുന്നുണ്ട്. ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവാണ്, എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവാണ്. ഗാൽവാനിക് സെല്ലിൽ കാത്തോഡ് പോസിറ്റീവാണ്, ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ കാത്തോഡ് നെഗറ്റീവാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആണ് പറഞ്ഞത്. ഇനി ഒരാളുണ്ട്, ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അതായത് സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുക ചെയ്തത്. വെള്ളത്തിൽ ലയിപ്പിച്ചപ്പോൾ എങ്ങനെയായി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളത്തിൽ ലയിപ്പിച്ചപ്പോൾ എന്തൊക്കെ കിട്ടും? അക്വസ് സോഡിയം ക്ലോറൈഡ് ആണ് നമ്മൾ നോക്കുന്നത്. സോഡിയം ക്ലോറൈഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് ജലീല ലായനിയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ എന്തൊക്കെ അയോൺസ് ഉണ്ടാവും? Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും. വെള്ളത്തിൽ തന്നെ ലയിപ്പിക്കുന്നത്, അപ്പോൾ ആരുണ്ടാവും? H2O ഉണ്ടാവും. H2O ഇങ്ങനെ നിൽക്കുമോ? കുറച്ച് H2O ഉണ്ടാവും, H+ അയോൺ ആയിട്ട് നിൽക്കും, കുറച്ചെണ്ണം OH- അയോൺ ആയിട്ട് നിൽക്കും. ഇതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടും കൂടി വരുന്നുണ്ട്. ബുദ്ധിമുട്ടല്ല, ഈ H2O കുറച്ച് ആളൊരു മിടുക്കനാണ്. അപ്പോൾ വേറെ റിയാക്ഷനും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ മോൾട്ടൺ ക്ലോറൈഡ്, മോൾട്ടൺ NaCl ഉരുകിയ അവസ്ഥയിൽ ഏതൊക്കെ ഉണ്ടാവുള്ളൂ? 2 അയോൺസ് മാത്രമേ ഉള്ളൂ, Na+ഉം Cl-ഉം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ വഴിയാണ് ഇവിടെ രാസമാറ്റം സംഭവിക്കുന്നത്. എന്നിട്ടാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. എന്നാൽ ഈ സോഡിയം ക്ലോറൈഡ് അക്വസ് സൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ ഉരുകിയത് പറഞ്ഞു. പിന്നെ ഇപ്പോൾ പറയുന്നത് സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ആണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ അയോൺ ഉണ്ടാവും? Na+, Cl-, H2O, H+, OH- എന്ന് പറഞ്ഞ അയോൺസ് ഉണ്ടാവും. ഈ H+നെ ഒറ്റക്ക് നിൽക്കാൻ മടിയായിരിക്കും. ഈ H+ എപ്പോഴും എന്ത് ചെയ്യും? H+ ഒറ്റക്ക് നിൽക്കൂല, ഈ H2Oന്റെ കൂടെ പോവും. എന്നിട്ട് എന്തായിട്ട് വരും? H3O+. ഇതിന്റെ പേരെന്താ? H3O+ന്റെ ഹൈഡ്രോണിയം അയോൺ എന്ന് പറയും. ഹൈഡ്രോണിയം അയോൺ ആയിട്ട് നിൽക്കും. മലയാളത്തിലും ഹൈഡ്രോണിയം തന്നെയാണ് പറയാ. ഈ H+ന് ഒറ്റക്ക് നിൽക്കാൻ മടിയായതുകൊണ്ട് H2O ആയിട്ട് ചേർന്നിട്ട് ഹൈഡ്രോണിയം അയോൺ ആയിട്ട് നിൽക്കും. എന്നിട്ട് നമ്മുടെ സെല്ല് വരയ്ക്കാം. 2 ഗ്രാഫൈറ്റ് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തിട്ടു? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇട്ടു, NaCl സൊല്യൂഷൻ ഇട്ടു. അപ്പം ആരൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്? Na ഉണ്ടാവും, Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും, H2O ഉണ്ടാവും, H+ ഉണ്ടാവും, H3O+ ഉണ്ടാവും, പിന്നെ OH- ഉണ്ടാവും. നമ്മൾ നേരത്തെ പോലെ തന്നെ കണക്ട് ചെയ്തു. നെഗറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ. ഇതിങ്ങനെ വളച്ചിട്ടൊന്നും വരയ്ക്കരുത്. പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും. ഇനി നെഗറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനലിലേക്ക് ആരൊക്കെ പോവും? നെഗറ്റീവ് ഭാഗത്ത് പോസിറ്റീവായ ആൾക്കാർ Na പോവും, H3O+ പോവും, H2O പോവും. Na പോവും, H2O പോവും, പിന്നെ H3O+ പോവും, പിന്നെ H+ പോവും. ഇതൊക്കെ അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവും. പോസിറ്റീവ് ഭാഗത്തേക്ക് ആരാ പോവുക? പോസിറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗത്തേക്ക് നെഗറ്റീവായ ആൾക്കാരാണ് പോവുക. Cl-, OH-, H2O. H2O 2 ഭാഗത്തേക്ക് പോവേ, H2O കൂടി പോവും. ഇങ്ങോട്ടാണ് നടക്കുക. ഇനി എന്ത് ചെയ്യും? ഈ നമുക്ക് പോസിറ്റീവ് ടെർമിനലിന്റെ പറഞ്ഞിട്ട് നെഗറ്റീവ് പറയാം. ഈ പോസിറ്റീവ് ഭാഗത്ത് ഒരു കോമ്പറ്റീഷൻ നടക്കും. പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ ഭാഗത്ത് എന്ത് നടക്കും? ഒരു കോമ്പറ്റീഷൻ നടക്കും. പോസിറ്റീവ് ഭാഗത്തേക്ക് ആരൊക്കെ പോവും? ക്ലോറിനും OH- H2O ഒക്കെ പോവും. ഇനി ഇലക്ട്രോൺ കൊടുക്കാൻ വേണ്ടി ആരാണ് ഇലക്ട്രോൺ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലൊരു മത്സരം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ക്ലോറിനും OH- ഒക്കെ തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ക്ലോറിൻ പറയും ഞാൻ പോവാന്ന് പറയും, ഞാൻ കൊടുക്കാന്ന് പറയും. അപ്പോൾ Cl എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. Cl പറയും ഞാനാ കൊടുക്കാം. പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകുന്ന ഈ 3 ആൾക്കാരും തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കും. ആരാ ഫസ്റ്റ് ഇലക്ട്രോണിനെ കൊടുക്കുക? അവസാനം ആര് കൊടുക്കും? Cl- കൊടുക്കും. Cl ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. അപ്പോൾ ആർക്ക് ഇലക്ട്രോണിനെ കൊടുക്കുന്ന റിയാക്ഷൻ എന്താ പറയുക? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു. ഓക്സിഡേഷൻ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു Cl ഒറ്റക്ക് നിൽക്കാൻ മടിയനാണ്. അപ്പോൾ എന്ത് ചെയ്യും? വേറൊരു Cl-ആയിട്ട് കൂടി ചേർന്ന് 2 Cl ആവും. 2 Cl എന്തായിട്ട് മാറും? Cl2 ആയിട്ട് പോവും. Cl2 ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്ത് പോവും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എവിടെയാ ഓക്സിഡേഷൻ നടക്കുന്ന? ആനോഡിലുള്ള റിയാക്ഷൻ കഴിഞ്ഞു. പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക്. ഇനി നെഗറ്റീവ് ടെർമിനലിലേക്കുള്ള കാര്യമാണ് പറയുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കുള്ള കാര്യം എന്താ സംഭവിക്കുക? അവിടെ ആരൊക്കെയുണ്ട്? സോഡിയം ഉണ്ട്, നെഗറ്റീവില്
നെഗറ്റീവ് ടെർമിനലിലേക്ക് സോഡിയം പോവാം, വാട്ടർ പോവാം, H3O+ പോവാം, H+ അവരൊക്കെ പോവാം. ആരൊക്കെ തമ്മിൽ കോമ്പറ്റീഷൻ നടക്കും? ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ നടക്കും. ആര് ഇലക്ട്രോണിനെ വാങ്ങിക്കും, ആരാണ് ഫസ്റ്റ് ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ നോക്കും. എന്നിട്ട് ആർക്കാ കൂടുതൽ? വാട്ടറിനാണ് ഇലക്ട്രോണിനെ വാങ്ങിക്കാനുള്ള കഴിവ് അവരിൽ കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യും? വാട്ടർ H2O എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ 2 ഇലക്ട്രോണിനെ വാങ്ങിക്കും. 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് ഒരു ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യും. എന്തായിട്ട് പോവും? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് അങ്ങ് പോവും. H2O 2 ഇലക്ട്രോണിനെ വാങ്ങി ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യും. എന്നാൽ ഹൈഡ്രജൻ ഗ്യാസ് മാത്രമാണോ ആവുക? അല്ല, കൂടെ ആരും കൂടി ഉണ്ടാവും? ഹൈഡ്രോക്സൈഡ് അയോണും കൂടിയായിട്ട് മാറും. 2 ഹൈഡ്രോക്സൈഡ് അയോണും ഉണ്ടാവും. എന്നിട്ടാണ് ലിബറേഷൻ സംഭവിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? റിഡക്ഷൻ, നിരോക്സീകരണം സംഭവിച്ചു. ഏതാ സെല്ല്? കാത്തോഡ്. അപ്പോൾ ഒന്നും കൂടി പറയാം. നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷനിൽ ലായനിയിലുള്ള ഇലക്ട്രോളിസിസ് ആണ് പറയുന്നത്. നമ്മൾ സോഡിയം ക്ലോറൈഡ് എടുത്തു, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കുറേ അയോൺസ് ആണ്. Na+, Cl-, H2O, H+, OH- അയോൺസ് ഒക്കെ ഉണ്ടാവും. H+ന് ഒറ്റക്ക് നിൽക്കാൻ മടിയാണ്. അപ്പം എന്ത് ചെയ്യും? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോണിയം അയോൺ ഫോം ചെയ്യും. ഇനി നമ്മൾ ഇലക്ട്രോഡൊക്കെ സെറ്റപ്പ് ചെയ്തു, ഗ്രാഫായിട്ട് വെച്ചു, നെഗറ്റീവും പോസിറ്റീവും ടെർമിനലൊക്കെ കറക്റ്റായിട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. നെഗറ്റീവ് ടെർമിനലിൽ എപ്പോഴും പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് പോവുക. പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് നെഗറ്റീവ് അയോൺസ് ആണ് പോകുന്നത്. അപ്പം നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ കേസിൽ എല്ലാവരും തമ്മിൽ കോമ്പറ്റീഷൻ നടക്കും. ആർക്കാണ് ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് കൂടുതൽ? വാട്ടർ ആണ് എന്നിട്ട് വാങ്ങിക്കുക. വാട്ടർ 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് ഹൈഡ്രജൻ ഗ്യാസും ഹൈഡ്രോക്സൈഡ് അയോണുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് ഇലക്ട്രോണിൽ ക്ലോറിൻ ആണ് വാങ്ങിക്കുക, ബാക്കി ആരും ക്ലോറിൻ ആണ് കൊടുക്കുക, ബാക്കി ആരും കൊടുക്കില്ല. ക്ലോറിൻ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ, ആർക്കെങ്കിലും ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? Cl ആയിട്ട് നിൽക്കും. ക്ലോറിൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. എന്നിട്ട് എന്ത് സംഭവിക്കും? 2 ക്ലോറിനെ കൂട്ടുപിടിച്ചിട്ട് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് പോകും. അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ ആനോഡിൽ ഓക്സിഡേഷൻ, ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. ക്ലോറിൻ എങ്ങോട്ട് പോകും? പോസിറ്റീവ് ടെർമിനലിലേക്കാണ് പോകുന്നത്. അപ്പം ഇലക്ട്രോലൈറ്റിക് സെല്ലില് ആനോഡ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ആനോഡ് പോസിറ്റീവ്, ഇലക്ട്രോലൈറ്റിക് സെല്ലില് കാത്തോഡ് നെഗറ്റീവ്. മറന്നു പോകരുത് ഈ ഒരു കാര്യം. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ല് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് വരുന്നത്. സെല്ല് 2 പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഇലക്ട്രോപ്ലേറ്റിംഗും ഇലക്ട്രോളിസിന്റെ ബേസിസിലാണ് നടക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോളിസിസ്. നമ്മുടെ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് അത്? ഒറിജിനൽ ഗോൾഡ് ആണോ? അല്ല, ഗോൾഡ് പൂശുന്നതാണ്. വേറെ ഏതെങ്കിലും ഒരു ലോഹം, മെറ്റലിന്റെ മുകളിൽ വേറൊരു ലോഹം പൂശുന്നത്. ഒരു ലോഹത്തിന്റെ മുകളിൽ വേറൊരു ലോഹം പൂശുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാന്ന് നോക്കാം. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് എന്തിനാ പൂശുന്നത്? കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ പൂശുന്നുണ്ട്. നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പൂശുന്നത്. അതിനൊരു ബീക്കർ, ഇലക്ട്രോളിസിന്റെ ബേസിസിൽ തന്നെയാണ് നടക്കുന്നത്. ഒരു ബീക്കർ എടുത്തു. ബീക്കർ എടുത്തിട്ട് ഏതാണോ പൂശേണ്ടത് ആ സാധനം, അതിന്റെ ഒരു റോഡ് എടുത്തു. ഏതാണോ പൂശേണ്ടത് അതിന്റെ റോഡ് എടുത്തു. ഏതിന്റെ മുകളിലാണോ പൂശേണ്ടത് അതെടുത്തു. ഇപ്പൊ അയൺ ബാംഗിൾസിന്റെ മുകളിലാണ് എനിക്ക് പൂശേണ്ടത്, അതിനെ എടുത്തു. എന്നിട്ട് അയൺ ബാംഗിൾസ് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ഏത് ടെർമിനലിൽ വെക്കണം? അത് നെഗറ്റീവ് ടെർമിനലിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. പോസിറ്റീവ് ടെർമിനലിൽ നമുക്ക് ഏതാണോ പൂശേണ്ടത്, പോസിറ്റീവ് ടെർമിനലിൽ പൂശേണ്ടതും നെഗറ്റീവ് ടെർമിനലിൽ എപ്പോഴും എന്ത് ചെയ്യണം? ഏതിന്റെ മുകളിലാണോ പൂശേണ്ടത്. ഇപ്പൊ ബാംഗിളുടെ മുകളിലാണ് പൂശണമെങ്കിൽ അത് നെഗറ്റീവിലും, പോസിറ്റീവില് പൂശേണ്ട സാധനം, ഞാനിപ്പോ കോപ്പറാണ് പൂശുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഏതാണോ പൂശേണ്ട സാധനം അതിന്റെ മുകളിലേക്ക് ആക്കേണ്ട സാധനം അതിന്റെ തന്നെ സൊല്യൂഷൻ എടുക്കണം. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അയൺ ബാംഗിൾസിന്റെ മുകളിൽ കോപ്പർ പ്ലേറ്റ് ചെയ്യാണ് വേണ്ടത്, കോപ്പർ പൂശാണ് വേണ്ടത്. അപ്പോൾ കോട്ട് ചെയ്യേണ്ട സാധനം ഞാൻ പോസിറ്റീവ് ടെർമിനലിലും ഏതിന്റെ മുകളിലാണെന്ന് വെച്ചാൽ അത് നെഗറ്റീവ് ടെർമിനലിലും വെച്ചു. എന്നിട്ട് നമ്മൾ കോട്ട് ചെയ്യേണ്ട സൊല്യൂഷൻ തന്നെ എടുക്കണം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? Cu2+ എന്ത് ചെയ്യും? ഇതിന്റെ മുകളിൽ Cu2, കോപ്പർ സൾഫേറ്റിന്റെ അകത്ത് 2+ ഉണ്ട്. ഈ Cu2+ 2 ഇലക്ട്രോണിനെ വാങ്ങും. Cu2+ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? അയണിന്റെ മുകളിൽ കോപ്പർ ആയിട്ട് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. എങ്ങനെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും? Cu ആയിട്ട് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? വാങ്ങും.
2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് CU ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അന്നേരം കോപ്പറിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്, വാങ്ങുകയാണ് ചെയ്യുന്നത്. റിഡക്ഷൻ സംഭവിച്ചിട്ട് കോപ്പറിന്റെ മുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിൽ എന്ത് സംഭവിക്കും? കോപ്പർ കുറഞ്ഞു വരും. അപ്പൊ ആ കുറവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നത്. എന്താ സംഭവിക്കുക? ഇവിടുന്ന് കോപ്പർ പോകുന്നതിനനുസരിച്ച് Cu2+ ആയിട്ട് ഇവരുടെ മുകളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അന്നേരം അങ്ങനെ ബാലൻസ് ചെയ്യും. അപ്പൊ ഇവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ നടക്കും. അപ്പൊ എന്താ സംഭവിക്കുക? കോപ്പർ 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് ഈ അയോണിന്റെ മുകളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അന്നേരം ഇവിടെയുള്ള കോപ്പറിന്റെ അളവ് കുറയുമ്പോൾ കോപ്പർ സൾഫേറ്റിന് Cu2+ ആയിട്ട് ഇവിടെ കൊടുക്കും. കോപ്പർ സൾഫേറ്റിന് ഇവിടത്തേക്ക് പോകുമ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നു, കോപ്പർ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇലക്ട്രോപ്ലേറ്റിംഗ് മനസ്സിലായോ? ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നു, ഒരു ലോഹത്തിന്റെ മുകളിൽ വേറൊരു മെറ്റൽ പൂശുന്നതിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ തുരുമ്പില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല തിളക്കം കിട്ടാനൊക്കെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്നതിൻ്റെ ആ ഒരു ഫിഗർ പഠിച്ചിരിക്കണം. ഏതാണോ നമുക്ക് കോട്ട് ചെയ്യേണ്ട സാധനം അത് പോസിറ്റീവിലേക്കും, ഏതിൻ്റെ മുകളിലാണോ കോട്ട് ചെയ്യേണ്ടത് അത് നെഗറ്റീവിലേക്കും അതിൻ്റെ തന്നെ സൊല്യൂഷൻ സാൾട്ട് സൊല്യൂഷനായിട്ട് എടുക്കണം. എന്നാലേ അത് ബാലൻസ് ചെയ്യുള്ളൂ. അപ്പുറം പോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവിടെ കോപ്പറിൻ്റെ അളവ് കുറയാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടേക്ക് കോപ്പർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ തന്നെ സൊല്യൂഷൻ എടുക്കണം. അതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ നമ്മുടെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഇലക്ട്രോപ്ലേറ്റിംഗും കഴിഞ്ഞു. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് എന്തായാലും അറിഞ്ഞിരിക്കണം. റിയാക്ടിവിറ്റി സീരീസ് ആയില്ലെങ്കിൽ നമുക്ക് ഈ ഹോൾ ചാപ്റ്റർ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വാലൻസി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാൾട്ടൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ വാലൻസി, പോളി ആറ്റോമിക് അയോൺസിൻ്റെ വാലൻസിയും അറിഞ്ഞിരിക്കുക. പിന്നെ ഈ 4 പോയിന്റ് മെറ്റൽ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും? വാട്ടർ. ഹൈലി റിയാക്റ്റീവായ വാട്ടർ ആണെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് കിട്ടുള്ളൂ. ലെസ് റിയാക്റ്റീവ് ആണെങ്കിൽ മെറ്റൽ ഓക്സൈഡ്. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജന് മുകളിലുള്ള മെറ്റൽ ആണെങ്കിൽ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എപ്പോഴും റിയാക്ടിവിറ്റിന്റെ ഓർഡറിൽ മെറ്റലിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ പിന്നെ റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസിൽ തന്നെയാണ് വരിക. ആ റിയാക്ഷന്റെ ഓർഡർ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ലെസ്റ്റർ പ്രോപ്പർട്ടി നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി, ക്രിയാശീലം കുറഞ്ഞ ഒരു സാൾട്ട് സൊല്യൂഷനിലുള്ള മെറ്റലിനെ ക്രിയാശീലം കൂടി ഒരാൾ വരുമ്പോൾ അതിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നു, ആദേശം ചെയ്യിക്കുന്നു. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. വേറൊരു റിയാക്ഷനും കൂടി നടക്കുന്നുണ്ട്, റിഡോക്സ് റിയാക്ഷൻ. നിരോക്സീകരണവും രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്നു. റിഡോക്സ് റിയാക്ഷന്റെ ബേസിസിലാണ് ഗാൽവാനിക് സെൽ നടക്കുന്നത്. അപ്പം ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിങ്കിന്ന് കോപ്പറിലേക്കാണ് നടക്കുന്നത്. ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയാണ് നടന്നേ? ആനോഡിന്ന് കാത്തോഡിലേക്ക്. ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയാണ് നടന്നേ? ആനോഡ് ടു കാത്തോഡ്. ഇലക്ട്രോൺ ഫ്ലോ എങ്ങോട്ടാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ. ഇലക്ട്രോൺ ഫ്ലോന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ വരുന്നത്. ഗാൽവാനിക് സെല്ലിന് ആനോഡിന്ന് കാത്തോഡിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ നടന്നത്. ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെ എങ്ങോട്ട് നടന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കെമിക്കൽ എനർജി, കെമിക്കൽ ചേഞ്ച് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒറ്റ ബീക്കറേ ഉണ്ടാവത്തുള്ളൂ. 2 എണ്ണമാണ് പഠിക്കാനുള്ളത്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷനും. ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക. ഇലക്ട്രോപ്ലേറ്റിംഗ്, ഒരു മെറ്റലിന്റെ മുകളിൽ, ഒരു ലോഹത്തിന്റെ മുകളിൽ വേറൊരു ലോഹം പൂശുന്നത് അല്ലെങ്കിൽ വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നത്, അതൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുക. സിമ്പിൾ ആണ്. ഓരോ പോയിന്റും ഓർത്തോർത്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. ഒരു കാര്യം കൂടി, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്